الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, മഹത്തായ ഫത്ഹുൽ മുഈൻ ദർസ് അല്പഭാഗം ഇന്ന് നമുക്ക് ഓതണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സക്കാത്ത് സംബന്ധമായ വിഷയങ്ങള് ഏകദേശം പറഞ്ഞു അവസാനിപ്പിച്ചു. ഇനി സക്കാത്തല്ല പറയുന്നത്, മറിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലില്ലാത്തതും എന്നാൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രപരമായ വിധിയുടെ പരിധിയിൽപ്പെട്ടതുമായ ഗനീമത്ത് സ്വത്ത്, ഫൈ മുതൽ എന്നിവ വീതിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരണവും അത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ സ്വതക്ക അഥവാ ദാനധർമ്മങ്ങൾ എന്നിവയും ആണ്. കട്ടുണ്ടാ? ഇവിടെ കാഴ്ചക്കൊരു കുഴപ്പവും കാണാനില്ലട്ടാ. കട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ കുഴപ്പമൊന്നും ഇല്ല. നെറ്റിന് പൊതുവിൽ ഇന്ന് സൗദി അറേബ്യയിലേക്ക് ടെലിഫോൺ വിളിച്ചിട്ട് പോകുന്നില്ല. മനസ്സിലായില്ലേ? രാവിലെ മുതലേ ശ്രമിച്ചിട്ട് ഇതുവരെയും ഫോൺ സന്ദേശം പോകുന്നില്ല. എന്നാൽ ഇവിടെ നെറ്റിന് സാധാരണ പോലെ അല്ലാത്ത ഒരു പ്രശ്നവും കാണുന്നുമില്ല. അതുപോലെ UAE-യിലേക്കൊക്കെ ടെലിഫോൺ ശരിക്കും പോകുന്നുണ്ട്, സൗദിയേക്ക് പോകുന്നില്ല. നെറ്റിനും തന്നെ ഇവിടെ കുഴപ്പങ്ങളൊന്നും കാണാനും ഇല്ല. ഏതായാലും ഗനീമത്ത് സ്വത്ത് സംബന്ധിച്ചും ഫൈ മുതലിനെ കുറിച്ചും ചുരുങ്ങിയൊരു വിവരണം നൽകിയതിന് ശേഷം പിന്നെ സുന്നത്തായ സ്വതക്ക ദാനധർമ്മങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇനി വരാനുള്ള ചർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. തത്തിമ്മത്തുൻ, ഇത് ഒരു പൂർത്തീകരണമാണ് എന്ന് പറഞ്ഞാൽ അനുബന്ധ വിഷയമാണ്. സക്കാത്തിന്റെ നേരിട്ടുള്ള വിഷയമല്ല, അതിന്റെ അനുബന്ധമായി വരുന്ന മറ്റ് ചില വിഷയങ്ങളാണ്. എന്തിനെ കുറിച്ചാണ് തത്തിമ്മത്ത്? ഫീ ഖിസ്മത്തി ഗനീമത്തി, ഗനീമത്ത് സ്വത്ത് വീതിക്കേണ്ടത് എങ്ങനെ എന്ന്. അതിപ്പോ നമ്മളിവിടെ ഇപ്പൊ മലബാറില് ഗനീമത്ത് സ്വത്തിനെ പറ്റി പറഞ്ഞിട്ട് എന്താണ്, അല്ലെങ്കിൽ ഇന്ന് പൊതുവെ വേൾഡിൽ തന്നെ ഗനീമത്ത് സ്വത്തിനെ പറ്റി പറഞ്ഞിട്ട് എന്താണെന്നൊന്നും ചോദിക്കേണ്ട. അതൊക്കെ നിയമങ്ങൾ പറയുമ്പോ പറയാ, ആവശ്യമുള്ള കാലത്ത് ഉപയോഗപ്പെടുമ്പോൾ ഉപയോഗപ്പെടുത്താം, അത്രേനുള്ളൂ. എന്താണ് ഗനീമത്ത്? ഒരു സമ്പത്ത്. എങ്ങനെയുള്ള സമ്പത്താണ്? അഖദ്നാഹു, നാം അവ പിടിച്ചെടുത്തിരിക്കുന്നു. എങ്ങനെ? ആരിൽ നിന്നും? മിൻ അഹ്ലി ഹർബിൻ, കേട്ടോ, മുസ്ലിം രാഷ്ട്രത്തോട് ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ച രാഷ്ട്രത്തിൽ നിന്നും. നല്ലോ മനസ്സിലാക്കുക. ഏതാനും ആളുകൾ കൂടിയിട്ട് നാട്ടിൽ കച്ചറയും തല്ലും ഉണ്ടാക്കുന്നതിനെ പറ്റിയല്ല. നിയമപരമായ ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം, മുസ്ലിം രാഷ്ട്രം, ആ രാഷ്ട്രവുമായി മതപരമായ കാരണങ്ങളാൽ യുദ്ധം പ്രഖ്യാപിച്ച രാജ്യം,
മുസ്ലിം രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായിക്കൊണ്ട് രാജ്യരക്ഷ അപകടപ്പെടുത്തുന്ന സാഹചര്യം വരുന്ന നിലക്ക് ശത്രു രാജ്യം മുസ്ലിം രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിച്ച് പരസ്പരം യുദ്ധവേളയിലുള്ള സാഹചര്യത്തിൽ അത്തരം ശത്രു രാജ്യക്കാരിൽ നിന്നും പിടിച്ചെടുക്കുന്ന സമ്പത്ത് എങ്ങനെ പിടിച്ചെടുക്കണം? ഖഹ്റൻ, ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുക അഥവാ യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുക എന്നർത്ഥം. ആയുധപ്രയോഗത്തിലൂടെയും അതിന് വേണ്ട കവചിത വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്തിനാണ് ഫഹുവ ഗനീമത്തുൻ. ഇങ്ങനെ ശത്രു രാജ്യത്തിൽ നിന്നും യുദ്ധത്തിനിടയിൽ ബലത്താൽ നിറഞ്ഞാൽ അഥവാ യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കപ്പെടുന്ന ധനത്തിന് ഗനീമത്ത് സ്വത്ത് എന്നാണ് പറയുക. ഇല്ല, ഇനി ശത്രുക്കളിൽ നിന്നിട്ട് പിടിച്ചെടുക്കപ്പെടുന്ന ധനം തന്നെയാണ്, പക്ഷെ യുദ്ധത്തിലൂടെ ബലപ്രയോഗത്തിലൂടെ അല്ല എങ്കിൽ ഫഹുവ, ആ ധനത്തിനെ പറ്റി ഫൈഉൻ, ഫൈ മുതൽ എന്നും പറയും. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരു രാജ്യം മുസ്ലിം ഭരണത്തിന്റെ കീഴിലാണ്. ആ രാജ്യത്ത് സ്വത്തിനും ജീവനും കുടുംബത്തിനും സംരക്ഷണം കൊടുത്തുകൊണ്ട് മുസ്ലിം രാജ്യത്തിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകൾ അവർ അടക്കുന്ന നികുതി എന്തിനാ? ഈ അവരുടെ ധനത്തിനും കുടുംബത്തിനും ദേഹത്തിനുമൊക്കെ സുരക്ഷ നൽകുന്ന ഗവൺമെന്റിന് അവർ നൽകേണ്ട നികുതിക്ക് ഫൈ എന്ന് പറയും. അതിന് ജിസിയ എന്നാ പറയാം. ഈ ജിസിയ ഫൈന്റെ ഇനത്തിലാണ് പെടുന്നത്. അതുപോലെ തന്നെ ഒരു മുർത്തദായ മനുഷ്യൻ മരണപ്പെട്ടു പോയി, എന്നാൽ ആ ധനം മുസ്ലിം പൊതുഫണ്ടിലേക്കാണ് വരിക, അതിന് ഫൈ എന്ന് പറയും. ഇതൊന്നും യുദ്ധം മുഖേന പിടിച്ചെടുക്കപ്പെടുന്ന ധനം അല്ല. ഇനി ഇപ്പൊ ഗനീമത്തും ഫൈഉം തമ്മിൽ യുദ്ധാർജിത സമ്പത്ത് എന്നാണ് ഗനീമത്തിനെ കുറിച്ച് പറഞ്ഞത്. മറ്റേത് യുദ്ധവുമായി ബന്ധപ്പെട്ടതല്ല, സംരക്ഷണവുമായി ബന്ധപ്പെട്ടതും മറ്റുമായ മുതലുകൾ. വമിനൽ അവലി, ഗനീമത്തിന്റെ പരിധിയിൽ വരും മാ അഖദ്നാഹു, മുസ്ലിങ്ങളായ ആളുകൾ പിടിച്ചെടുത്തത്, മിൻ ദാരിഹിം, ശത്രു രാജ്യത്തിൽ നിന്നും. ഇതൊക്കെ മനസ്സിലാക്കണം. ഒരാളെ പെരയെ പോയിട്ടോ ഒരാളുടെ സ്വത്ത് പോയിട്ടോ എടുക്കുകയല്ല. മുസ്ലിം രാഷ്ട്രത്തിന് ഭീഷണിയാവുന്ന നിരക്ക് മുസ്ലിം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധപ്രഖ്യാപനത്തിലുള്ള ശത്രു രാഷ്ട്രം, ആ ശത്രു രാഷ്ട്രത്തിൽ നിന്നും പിടിച്ചെടുക്കുന്നു. എങ്ങനെ? ഇഖ്തിലാസ്, തട്ടിപ്പറിച്ചെടുക്കുക. അതിന് യുദ്ധവും ബലപ്രയോഗമൊന്നുമില്ല, എടുക്കുക ഓടുക. അങ്ങനെ തട്ടിപ്പറിച്ചെടുക്കുന്നു. ഔ സരിഖത്തൻ, അല്ലെങ്കിൽ മോഷ്ടിച്ചെടുക്കുന്നു. ഇങ്ങനെയുള്ളതൊക്കെ ഗനീമത്തിൽ പെടും എന്നാണ് അലല്ല സഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം. അതൊക്കെ ഒരർത്ഥത്തിൽ ബലപ്രയോഗം തന്നെ. കാരണം എന്തുകൊണ്ട്? ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ ഔദ്യോഗികമായ യുദ്ധപ്രഖ്യാപനത്തിലുള്ളത്. അതുകൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ പൗരന്മാർക്ക് മറ്റേ രാഷ്ട്രത്തിൽ ഒരിക്കലും സുരക്ഷിതത്വമില്ല, പരസ്പരം ശത്രു രാജ്യങ്ങളായതുകൊണ്ട്. നിലവിൽ ശത്രു രാജ്യങ്ങളുടെ പൗരന്മാരുടെ പൗരാവകാശം സംരക്ഷിക്കാനോ അവരുടെ ജീവനോ സ്വത്തിനോ സംരക്ഷണം നൽകാനോ ശത്രു രാഷ്ട്രങ്ങൾക്ക് ബാധ്യതയില്ല. അങ്ങനെ വരുമ്പോ മുസ്ലിം രാജ്യത്തിനോട് യുദ്ധപ്രഖ്യാപനത്തിലുള്ള ഒരു രാജ്യത്തിൽ ഒരു മുസ്ലിമായ പൗരൻ പോയി എന്നത് തന്നെ ഒരു തരത്തിലുള്ള ബലപ്രയോഗമാണ്. ആ ബലപ്രയോഗത്തിന്റെ ശൈലിയിൽ എടുത്തു ഓടിയതാണ്, അങ്ങനെ തട്ടിപ്പറിച്ചു പോകുന്നതാണ്, അതല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെങ്കിൽ പോലും യുദ്ധത്തിൽ എന്നതുപോലെ അവന്റെ ജീവന് ഭീഷണിയുണ്ട്. അത് വകവെക്കാതെ ചെയ്തതായതുകൊണ്ട് ഗനീമത്തിന്റെ പരിധിയിൽ തന്നെയാണ് വരിക എന്ന. എന്നാൽ ഈ വിഷയത്തിൽ ഖിലാഫലിൽ ഗസാലി, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾക്ക് ഈ വിഷയത്തിൽ ഭിന്നതയുണ്ട് അഭിപ്രായത്തിൽ. വ ഇമാമിഹി,
മഹാനവറുകളുടെ ഇമാം എന്ന് പറഞ്ഞാൽ അവരുടെ ഗുരുനാഥനായ ഇമാം ഹറമൈനി തങ്ങൾക്കും, ഹൈസുകാല ഇമാം ഹറമൈനി തങ്ങളും ഇമാം ഗസാലി തങ്ങളും പറഞ്ഞത് ഇന്നഹു ഇത് ഏത് ഇഖ്തിലാസായിട്ടോ സരിഖത്തായിട്ടോ ഒക്കെ ശത്രു രാജ്യത്തിൽ നിന്നിട്ടും പിടിച്ചെടുക്കുന്ന ധനം മുഖ്തസുംബിൽ ആഹിരി അത് എടുത്തോന് അവകാശപ്പെട്ടതാണ്. അവിടെ ബിലാ തഹ്മീസിൻ അതിന് 5 വിഹിതം വെക്കേണ്ട ഗനീമത്ത് സ്വത്തിന്റെ നിയമം അതിനില്ല എന്നാണ് ഇമാം ഗസാലി തങ്ങളും ഇമാം ഹറമൈനി തങ്ങളും പറഞ്ഞത്. അത് ഈ സഹായ വജിഹിന്റെ മുഖാബിലയിലുള്ള വജ്ഹാണ്, 2ാമത്തെ വജ്ഹ. അങ്ങനെ ഈ 2 ഇമാമിയങ്ങളും പറയുക മാത്രമല്ല, വദ്ദഅ ഇബ്നു റിഫഅത്തി മഹാനായ ഇബ്നു റിഫഅത്ത് വാദിക്കുക പോലും ചെയ്തു അൽ ഇജ്മാ അലൈഹി, ഈ ഇമാമും ഗസാലി ഇമാമു തങ്ങളും പറഞ്ഞതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ, അത് ഗനീമത്ത് പെടുന്നതല്ല എന്നുള്ള അഭിപ്രായമാണ് ഇബ്നു റിഫഅത്ത് തങ്ങൾ പറഞ്ഞു. ഇദ്ദഅ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെട്ടതല്ല, അങ്ങനെ ഒരു അഭിപ്രായം ഇബ്നു റിഫഅത്ത് തങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഒരു പറ്റം ഇമാമിങ്ങൾ ആ അഭിപ്രായക്കാരുണ്ട്. എങ്കിലും നേരത്തെ പറഞ്ഞ ഗനീമത്ത് സ്വത്തിന്റെ പരിധിയിൽ അത് വരും എന്നതാണ് അസഹ. കാരണം അവിടെ ബാഹ്യമായി യുദ്ധം നടക്കുന്നില്ലെങ്കിൽ പോലും യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു യുദ്ധത്തിൽ എന്നതുപോലെ അപകട സാധ്യത നിലനിൽക്കുന്നിടത്ത് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഏർപ്പാടാണ് അവർ ചെയ്തത്. അപ്പൊ അത് യുദ്ധത്തിന്റെ വിധി തന്നെയാണ്, ഗനീമത്ത് സ്വത്തിന്റെ നിയമം തന്നെയാണ് അതിനും ഉള്ളത്. ഇനി വമിനസാനി ഫൈ മുതലിൽപ്പെടും ജിസിയത്തുൻ ജിസിയ ആയിട്ട് വാങ്ങുന്നത്. ജിസിയ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം രാജ്യത്ത് അമുസ്ലിങ്ങളായ ആളുകൾ താമസിക്കുമ്പോൾ അവരുടെ സംരക്ഷണ നികുതി എന്ന നിലക്ക് കൊടുക്കുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കും സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്, അമുസ്ലിങ്ങൾക്കും സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ മുസ്ലിങ്ങളാണെങ്കിൽ അവരിൽ നിന്നിട്ട് ഗവൺമെന്റ് സക്കാത്ത് പിരിക്കും. അപ്പൊ മുസ്ലിങ്ങളിൽ നിന്നിട്ട് ഗവൺമെന്റ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം സക്കാത്തായി മുസ്ലിം ഫണ്ടിൽ വരുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഫണ്ടിൽ. എന്നാൽ അമുസ്ലിങ്ങളായ പ്രജകൾ നാട്ടിൽ താമസിക്കുമ്പോൾ അവരിൽ നിന്നിട്ട് സക്കാത്ത് പിരിക്കാൻ ഗവൺമെന്റിന് വകുപ്പില്ല. അപ്പൊ അവർക്ക് വേണ്ട സംരക്ഷണ ചെലവോ അതിനു വേണ്ടിയിട്ട് അവർ ജിസിയ സംരക്ഷണ നികുതി എന്ന പേരിൽ ജിസിയ കൊടുക്കണം. ഈ ജിസിയ ഫൈ മുതലിൽപ്പെട്ടതാണ്. ഇനി അതുപോലെ തന്നെ അവർക്ക് ഭൂമി പാട്ടത്തിന് കൊടുക്കലുണ്ട്. ഭൂമിയെ, അതായത് മുസ്ലിം രാജ്യം മുസ്ലിങ്ങളുടേതാണ്. ആ മുസ്ലിം രാജ്യത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകൾക്ക് കൃഷിഭൂമി പാട്ടത്തിന് കൊടുക്കും. അതിന് ഖറാജ് എന്നാ പറയാ. 1 ഏക്കർ ഭൂമിക്ക് ഇത്ര പാട്ടം കിട്ടണം എന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചു കൊടുക്കുക. ആ ഭൂമിയിൽ അവർക്ക് ഇഷ്ടമുള്ള കൃഷി അവർ ചെയ്യുന്നു, വരുമാനം അവരെടുക്കുന്നു. ഭൂമിയുടെ ഉടമക്കാർ മുസ്ലിം ഗവൺമെന്റ് ആയതുകൊണ്ട് ഗവൺമെന്റിന് ഖറാജ് നൽകുന്നു. അതും ഫൈയിൽപ്പെട്ടതാണ്. ആദ്യം പറഞ്ഞ അവരുടെ സംരക്ഷണമാണ്. ഇത് മുസ്ലിം ഗവൺമെന്റിന്റെ സ്വത്തിൽ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള സമ്പത്ത് സമ്പാദിക്കാനുള്ള വഴിയാണ്. അപ്പൊ അതിന് ഭൂമിയുടെ പാട്ടം എന്ന നിലക്ക് ഗവൺമെന്റിന് അടക്കേണ്ടതാണ് ഖറാജ്. അതുപോലെ തന്നെ ഉശുറു തിജാറ, മുസ്ലിം പട്ടണങ്ങളിൽ അമുസ്ലിം രാജ്യത്തുള്ള ആളുകൾക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ അതിന് വരീബത്ത് കൊടുക്കണം. വരീബത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന്റെ 10% ഗവൺമെന്റ് ഫണ്ടിലേക്ക് വരീബത്ത് എന്നത് പേരിൽ നികുതി അടക്കണം. അത് കാരണം എന്താ? മുസ്ലിംകളാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ ഈ കച്ചവട മുതലിന്റെ 2.5% ലാഭം 2.5% സക്കാത്തായി കൊടുക്കണമല്ലോ. അതേസമയത്ത് അമുസ്ലിങ്ങളായ ആളുകൾക്ക് സക്കാത്ത് ബാധകമല്ല. അപ്പൊ അവരുടെ സ്വത്തിന് സംരക്ഷണം സുരക്ഷിതത്വം കൊടുക്കണം. മുസ്ലിം രാജ്യത്ത് കച്ചവടം ചെയ്യുമ്പോൾ അവരുടെ സ്വത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്.
അപ്പൊ സക്കാത്ത് കൊടുക്കാത്ത ഈ അമുസ്ലിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുന്ന ഗവൺമെന്റിന് അതിന് വേണ്ടി വരുന്ന ചെലവ് വേണമല്ലോ. അപ്പൊ അതിന് എന്തു വേണം? കച്ചവടത്തിന്റെ 10% അഥവാ 10% ഗവൺമെന്റ് ഫണ്ടിൽ അടക്കണം. അതിന് ഗരീബത്ത് എന്നാ പറയാ. ഇതും ഫൈയിലാണ് പെടുക. ഇനി ഒത്തെരിക്കത്തു മുർത്തദ്ദീൻ, ഒരു മനുഷ്യൻ മുസ്ലിം ആയിരുന്നു, അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഇയാൾ എന്തോ സംഗതി വശാൽ മുർത്തദ്ദായി പോയി, ഇസ്ലാമിന്ന് പുറത്തായി, കാഫറായി, അല്ലാഹു തആല നമ്മളൊക്കെ കാക്കട്ടെ, അങ്ങനെ മുർത്തദ്ദായി പോയി. എന്നാൽ ഈ മുർത്തദ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അയാളുടെ സ്വത്തിന്റെ അവകാശം അയാൾക്ക് തന്നെ ഉണ്ട്. അതേ സമയത്ത് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാതെ അയാൾ മുസ്ലിം അല്ലാതെ മുർത്തദ്ദായി കാഫറായി തന്നെ മരണപ്പെട്ടു പോയാൽ അയാളുടെ വാപ്പാന്റെ സ്വത്തിൽ നിന്നിട്ട് അയാൾക്ക് അവകാശം ഉണ്ടാവൂല, അയാളുടെ സ്വത്ത് അയാളുടെ മക്കൾക്കും അവകാശം കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പോ മുസ്ലിങ്ങളിൽ നിന്ന് മുർത്തദിനും കിട്ടൂല, മുർത്തദിൽ നിന്നിട്ട് മുസ്ലിങ്ങൾക്കും കിട്ടൂല, അനന്തരം കിട്ടൂല. അപ്പൊ പിന്നെ ഇയാൾ പണ്ട് മുസ്ലിം ആയിരുന്നല്ലോ. അപ്പൊ ഇയാളെ സ്വത്ത് ഗവൺമെന്റ് ഫണ്ടിലേക്ക് പോകും, ബൈത്തുൽ മാലിലേക്ക് പോകും. അത് ഈ പറയുന്ന ഫൈഇന്റെ പട്ടികയിലാണ് വരിക. ഇനി അത് മാത്രല്ല, ഒരു മുസ്ലിമായ മനുഷ്യനാണ് ഒരു രാജ്യത്ത് ജീവിക്കുന്നത്, പക്ഷേ അയാൾക്ക് മുസ്ലിങ്ങളായിട്ട് ബന്ധുക്കൾ ആരുമില്ല, സ്വത്ത് ഒരുപാടുണ്ട്, അയാൾക്ക് ഭാര്യയില്ല, ഉമ്മൻ ബാപ്പിയില്ല മുസ്ലിമായിട്ട്, അതുപോലെ മക്കളില്ല മുസ്ലിമായിട്ട്, അങ്ങനെയൊക്കെ വരാം. ഇയാൾക്കാണെങ്കിൽ ഒരുപാട് സ്വത്തുണ്ട്. എന്നാൽ അയാൾ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്ത് ഫൈ ആയിട്ട് ബൈത്തുൽ മാലിലേക്ക് വരും. അതും ഈ പറയുന്ന ഫൈയിലാണ് പെടുത്തുക. അങ്ങനെ ഫൈ എന്നും ഗനീമത്ത് എന്നും ഇങ്ങനെ 2 തരം സമ്പത്തിനെ പറ്റി പറഞ്ഞു. ഇനി അതെന്താ ചെയ്യേണ്ടത് എന്നാ. ഗനീമത്ത് സമ്പത്ത് അതിപ്പോ എന്തായി? മുസ്ലിംകായി യുദ്ധപ്രകടന രാഷ്ട്രവുമായി നടക്കുന്ന യുദ്ധത്തിൽ അല്ലെങ്കിൽ യുദ്ധവേളയിൽ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കപ്പെടുന്ന സമ്പത്തിനാണ് ഗനീമത്ത് എന്നല്ലോ. അങ്ങനെ പിടിച്ചെടുത്ത സമ്പത്തി എന്താ ചെയ്യേണ്ടത്? ഗനീമത്തായി ലഭിച്ച സമ്പത്തിൽ ആദ്യമായി തുടങ്ങേണ്ടത് ബിസ്സലബി, ഒന്നാമത് സലബാണ് കൈകാര്യം ചെയ്യേണ്ടത്. എന്താണെന്ന് പറയുന്നുണ്ട്. ഈ സലബിന്റെ അവകാശികൾ ആരാണ്? അത് ലിൽ ഖാതിലി, ആരാണോ കൊലയാളിയെങ്കിൽ, അല്ല, ഈ യുദ്ധം നടന്ന് ശത്രുക്കളുമായി യുദ്ധത്തിലേർപ്പെട്ടു. ഇന്നത്തേക്ക് ബോംബിടുന്ന യുദ്ധമല്ലല്ലോ പഴയ കാലത്ത്. നേർക്ക് നേരെ 2 പക്ഷത്തും മുഖാമുഖം നിന്നുകൊണ്ട് യുദ്ധമാണ്. അങ്ങനെ ഒരു മുസ്ലിം പടയാളി ഒരു ശത്രു ഭടനെ കൊലപ്പെടുത്തിയാൽ ഈ കൊലപ്പെടുത്തിയ യോദ്ധാവിന്റെ അവകാശമാണ് അൽ മുസ്ലിമി, മുസ്ലിമായ യോദ്ധാവിന്റെ അവകാശമാണ് ശത്രുവാവുന്ന കൊല്ലപ്പെട്ട വ്യക്തിയുടെ സലബിന്. അവിടെ ബിലാ തഖ്മീസിൻ അത് 5ആയി വിഹിതം വെക്കൽ ഇല്ല. സലബ് മുഴുവനും ഈ കൊല നടത്തിയ പട്ടാളക്കാരന്റെ അവകാശമാണ്. എന്നാ ഏതാണ് ഈ സലബ് എന്ന് പറഞ്ഞാല്? സലബ് എന്ന് പറഞ്ഞാൽ സലബ് എന്നത് മൽബൂസുൽ ഖതീലി, ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ധരിക്കാൻ പറ്റുന്ന വസ്തുക്കൾ, അവൻ ധരിച്ചതും ആവാം, ധരിക്കാൻ വേണ്ടി വെച്ചതും ആവാം. എന്ന് പറഞ്ഞാൽ അവന്റെ വസ്ത്രങ്ങള്, അതുപോലെ തന്നെ അവന്റെ ഷൂ തുടങ്ങിയത്. അത് 4ഓ 5ഓ ജോഡി ഉണ്ട്. ആ ഒരു ജോഡി ഇപ്പൊ ധരിച്ചിരുന്നു, ബാക്കിയുള്ളത് അയാളുടെ കൂടെ ബാഗിലുണ്ട്. ഇങ്ങനെയുള്ള മൽബൂസ് ധരിക്കുന്നത്. മറ്റൊന്ന് വസ്ലാഹു, അയാൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. പണ്ടൊക്കെ ഉണ്ടാകുക വാളാണ്, വാള്, അമ്പ്, അതുപോലെ തന്നെ കുന്തം, ചാട്ടുളി തുടങ്ങിയതാണ് അന്നുള്ളത്. പിന്നെ ഇപ്പോഴുള്ളത് എങ്ങനെ വെച്ചാൽ അത് ഇയാൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അതും സലബിൽപ്പെട്ടതാണ്. വമർകൂബുഹു, തനിയുമല്ല അയാള് വാഹനം ആയി ഉപയോഗിച്ച വാഹനവും, അതേതായാലും കുതിരയാണെങ്കിൽ കുതിര, ഒട്ടകാണെങ്കിൽ ഒട്ടക, കോവർ കഴുതയാണെങ്കിൽ അത്, കഴുതയാണെങ്കിൽ അത്. പണ്ട് ഇപ്പത്തെ വാഹനം എന്താ വെച്ചാൽ അത് ഈ വാഹനം. അപ്പോ
ധരിക്കപ്പെടുന്ന വസ്തുക്കള്, ആയുധങ്ങള്, വാഹനമായി ഉപയോഗിക്കുന്ന വസ്തു മാത്രമല്ല. വക്കതാ സിവാറുൻ, വള ഉണ്ടെങ്കിൽ, വള ഉണ്ടാവുമോ ചോദിക്കേണ്ട. വള മുസ്ലിം അല്ലല്ലോ പോയിക്കാം. മുസ്ലിമും ശത്രുക്കളുമായിട്ടാണല്ലോ യുദ്ധം ചെയ്യുന്നത്. അവർക്ക് എന്ത് ഹറാമും ആയാലും അപ്പം വള ഇട്ടണമെങ്കിൽ ആ വളയും ഈ കൊല നടത്തിയ യോദ്ധാവിന്റെ അവകാശമാണ്. വമിന്തഖത്തുൻ, ഇനി അരപ്പട്ട. അരപ്പട്ട എന്ന് പറഞ്ഞാൽ വലിയ വിലപിടിപ്പുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ തൂക്കിയിടാൻ പറ്റുന്നതൊക്കെ ആയിരിക്കും. അതും. വഹാത്തമുൻ, മോതിരുണ്ടെങ്കിൽ അതും. വതൗഖുൻ, മാല ഉണ്ടെങ്കിൽ അതും. അതൊക്കെ ശരീരത്തിൽ അണിയുന്നതാണ്. ഇതൊക്കെയാണ് സലബ്. ഈ സലബ് ആദ്യമായി ആരാണോ ഈ പട്ടാളക്കാരനെ വധിച്ചതെങ്കിൽ ആ വധിച്ച മുസ്ലിമായ പട്ടാളക്കാരന്റെ അവകാശമാണ് കൊല്ലപ്പെട്ടവന്റെ സലബ് എന്ന് പറഞ്ഞാൽ അവന്റെ വസ്ത്രങ്ങള്, ആയുധങ്ങള്, ആ വാഹനം, വള, അരപ്പട്ട, അതുപോലെ മോതിരം, മാല തുടങ്ങിയ വസ്തുക്കൾ, അവന്റെ ദേഹത്തണിയുന്ന വസ്തുക്കളൊക്കെ. അത് പിന്നെ വീതം വെക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുകയോ വേണ്ട. മൻ ഖതല ഖതീലൻ ഫലഹു സലബുഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം. അപ്പൊ ഈ യുദ്ധത്തിൽ ശത്രുവിനെ കൊലപ്പെടുത്തിയ പടയാളിയുടെ അവകാശമാണ് സലബ്. അത് ആദ്യം മാറ്റിവെക്കുക, സലബൊക്കെ മാറ്റിവെക്കുക, അത് അവകാശപ്പെട്ടവർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വബിൽ മുഅനി, പിന്നീട് കൂലിച്ചെലവ് പിന്നെ വഹിക്കേണ്ടതാ. കൂലിച്ചെലവ് തീർക്കുക. കൂലിച്ചെലവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഖൗജറത്തി ഹമ്മാലിൻ, സാധനങ്ങൾ കുറെ ഉണ്ട്, ചുമടെടുക്കണം, ചുമട്ടു തൊഴിലാളിയുടെ ജോലി, കൂലി. അതുപോലെ തന്നെ മറ്റ് ഫാറാവുകാര്, മറ്റ് മറിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട കൂലിച്ചെലവുകൾ അതിൽ നിന്നിട്ട് ചെലവഴിക്കാം. അങ്ങനെ സലബും കൂലിച്ചെലവും കഴിച്ചതിന് ശേഷം സുമ്മ യുഖമ്മസു ബാഖിഹാ, പിന്നെ ബാക്കി വരുന്ന ഗനീമത്ത് സ്വത്തിനെ 5 വീതിക്കപ്പെടണം. കൃത്യമായി 5 ഓഹരി ചെയ്യണം. എന്നിട്ട് നറുക്കിടുക. അങ്ങനെ വേണ്ടത് 5 ഓഹരി ചെയ്തിട്ട് നറുക്കിടുക. നറുക്കിട്ടിട്ട് ലില്ല എന്ന് പറഞ്ഞിട്ട് 1 ഓരി, ബാക്കി 4 ഓരി യോദ്ധാക്കൾക്കും. അത് ലില്ല എന്നത് ഏതാണ് കിട്ടിയത് ആ ഓരി മാറ്റി വെക്കും. ബാക്കിയുള്ളതൊക്കെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് കൊടുക്കും, 4 ഓരി. അത് എന്നിട്ട് ഇപ്പൊ അർബഅത്തു അഹ്മാസിഹ, 5 പൗത്തതിന്റെ 4 ഓരിയും ഈ ഗനീമത്ത് എന്ന് പറയുമ്പോൾ ഒരു അക്കാറൻ, അത് ഭൂമി പോലത്തതാണെങ്കിലും ശരി, എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത്, കെട്ടിടങ്ങള്, നിലങ്ങള് തുടങ്ങിയതൊക്കെ ആണെങ്കിലും ശരി, അല്ലാത്ത ചലിക്കുന്ന വസ്തുക്കളാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള 4 വിഹിതം ലിമൻ ഹദറൽ വഖഅ, ഈ യുദ്ധത്തിൽ സംബന്ധിച്ച ആളുകൾക്കുള്ളതാണ്. നേരിട്ട് ആയുധമെടുത്ത് പടപൊരുതിക്കൊള്ളണമെന്നില്ല, ഈ പടയിൽ പങ്കെടുത്തവർക്കുള്ള അവകാശമാണ്. അതില്ലം യുഖാത്തിലോ, അവൻ ശരിക്ക് യുദ്ധം ചെയ്തിട്ടില്ല, ആ ഒരേ നിലയിൽ തന്നെയാണ് അറിഞ്ഞിട്ട് ഇഷ്ടമുള്ള എടുക്കാൻ പറ്റൂല എന്നാ. ഒരേ നിലയിൽ 5 ഫൗത്താലും ഇഷ്ടമുള്ള എടുക്കാൻ പറ്റൂല. നറുക്കിടൽ വുജൂബാണ്. നറുക്കിട്ടിട്ട് 1 ഓഹരി ലില്ല എന്ന് കിട്ടിയ ഓഹരി മാറ്റിവെച്ച് ബാക്കി 4 ഓഹരി യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് കൊടുക്കേണ്ടതാണ്. തുല്യമായിട്ടാണെങ്കിൽ പോലും നറുക്കിടാതെടുക്കാൻ പറ്റൂല. എന്നിട്ട് ഫമാ അഹദുൻ ഔലാ ബിഹി ബിൻ അഹദിൻ, ഈ 4 വിഹിതം 5 പൗത്തതിന്റെ 4 വീതം, അഥവാ യുദ്ധാർജിത മുതല് 100 കണക്കാക്കിയാൽ അതിൽ 80% എന്തു ചെയ്യണം? യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കാണ്. 20% മാറ്റിവെച്ചു. അതപ്പോ 5-1 അറിയണേ, 20% അവിടെ മാറ്റിവെച്ചു. ബാക്കി 80% യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക്. അതില് യുദ്ധത്തിൽ പല ധർമ്മമുള്ളവരുണ്ട്. അതിന് മുന്നണിയിൽ നിന്നവരുണ്ടാവും, പിന്നണിയിൽ നിന്നവരുണ്ടാവും, ഇടതുവശത്ത് നിന്നവരുണ്ടാവും, വലതുവശത്ത് നിന്നവരുണ്ടാവും, മധ്യത്തിൽ നിന്നവരുണ്ടാവും, പതാക പിടിച്ചവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എല്ലാരും കണക്കാ. അത് അഹദുൻ ഔലാ ബിഹി മിൻ അഹദിൻ. ഈ ഗനീമത്ത് സ്വത്തിന് ഒരാളേക്കാൾ പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ല.
ഞാൻ ഇനി മുന്നണിയിൽ നിന്നിട്ട് കൂടുതൽ പോയിട്ട് അതുകൊണ്ട് എനിക്കാ വേണ്ടത്, അതൊന്നും പറയാൻ പറ്റൂല. എല്ലാവർക്കും കണക്കാ. ഈ പറഞ്ഞ യുദ്ധ സമയത്ത് യുദ്ധത്തിന് സജ്ജരായിക്കൊണ്ട് അവിടെ ഉള്ള എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ലാലിമൻ ഒരാൾക്ക് ഈ ഗനീമത്ത് സ്വത്തിൽ അവകാശം ഉണ്ടാവില്ല. എങ്ങനത്തെ ഒരുത്തനാണ്? ലഹിഖഹും, ഈ യുദ്ധം ചെയ്യുന്നവരുടെ അരികെ വന്നു ചേർന്നവരാണ് ബാദങ്കല്ലാഹി, ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവകാശമില്ല. ചിലപ്പം അതിനർഹതപ്പെട്ടവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സൗജന്യമായി കൊടുക്കുന്നല്ലാതെ അവകാശം എന്ന നിലക്ക് ഗനീമത്തിന്റെ വീതം യുദ്ധത്തിൽ പങ്കെടുത്ത ആ സമയത്ത് അവിടെ നിലവിലുള്ളവർക്കാണ്. വലോ ഖബല ജമ്മിൽ മാലി, യുദ്ധം കഴിഞ്ഞാണ്, പക്ഷേ ഗനീമത്ത് സ്വത്ത് ഒരുമിച്ച് കൂട്ടിയിൽ കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പ് എത്തിയോലാണെങ്കിൽ പോലും യുദ്ധം കഴിഞ്ഞതിന് ശേഷം വന്നവർക്ക് ഗനീമത്ത് സ്വത്തിൽ അവകാശം ഇല്ല എന്ന് മാത്രമല്ല, വലാലിമൻ, ഒരാൾക്കും ഗനീമത്ത് സ്വത്തിൽ അവകാശം ഉണ്ടാവില്ല. എങ്ങനത്തവനാണ്? മാത്ത, അവൻ മരണപ്പെട്ടു പോയി, ഫി അസ്നാഇൽ ഖിതാലി, യുദ്ധം നടക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോയി, ഷഹീദായി, ഷഹീദ് അല്ലാതെ മരിച്ചു, എങ്ങനെ മരിച്ചാലും. പക്ഷെ എപ്പോഴാണ്? ഖബലൽ ഹിയാസത്തി, ഈ ഗനീമത്ത് സ്വത്ത് സംഭരിക്കുന്നതിന് മുമ്പ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടവർക്ക് ഗനീമത്ത് സ്വത്തിൽ അവകാശമില്ല. അതിന് പറയേണ്ട ആവശ്യമുണ്ടല്ലോ. അങ്ങനെയല്ല, അവകാശം അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ അനന്തരാവകാശികൾക്ക് അത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇല്ല. അതേ സമയത്ത് യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ കുറെ അധികം ഗനീമത്ത് സ്വത്ത് സംഭരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ശേഷം യുദ്ധത്തിൽ മരണപ്പെട്ടു, പിന്നെയാണ് എന്തായാലും യുദ്ധം കഴിഞ്ഞതെങ്കിൽ ഈ സ്വത്ത്, ഗനീമത്ത് സ്വത്ത് സംഭരിച്ചതിന് ശേഷം മരണപ്പെട്ട ആൾക്ക് അവകാശമുണ്ട്. അപ്പൊ അയാളുടെ വിഹിതം അയാളുടെ അനന്തരാവകാശികൾക്ക് കൊടുക്കണം. അങ്ങനെയാണ് അൽ മദ്ഹബ്. മദ്ഹബിൽ മുഅ്തമദ് അനുസരിച്ച് ഈ ഗനീമത്ത് സ്വത്ത് സംഭരിക്കുന്നതിന് മുമ്പ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ട ആൾക്ക് ഗനീമത്ത് സ്വത്തിൽ അവകാശമില്ല. അപ്പൊ ഷഹീദായ ആളുകൾക്കൊന്നും അവരുടെ കുടുംബത്തിന് പിന്നെ യുദ്ധത്തിൽ കിട്ടിയ ഗനീമത്ത് സ്വത്തിന്റെ അവകാശം ഉണ്ടാവൂല. അതേ സമയത്ത് യുദ്ധത്തിൽ ഷഹീദായ ആൾ തന്നെയാണ്, ഇടക്ക് ഷഹീദായ, പക്ഷെ അതിന്റെ മുമ്പ് തന്നെ കുറെ ഗനീമത്ത് കിട്ടിയിരുന്നു, എന്നാൽ ആ കിട്ടിയതിൽ നിന്നുള്ള വിഹിതം അവർക്കും ഉണ്ടാവും. ഏതായാലും ആട്ടെ, 4 ഭാഗം ആർക്കാണെന്ന് പറഞ്ഞു? നമ്മള് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കാ. ഇനി അതിൽ ബാക്കി എത്ര ഉണ്ട്? 1 ഭാഗമുണ്ട്, അഥവാ 20% അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതാ ഇപ്പോ ഗനീമത്ത് സ്വത്തിന്റെ സലബ് എന്ന് പറയുന്ന ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട വസ്ത്രം, ആയുധം, ആഭരണം, വാഹനം തുടങ്ങിയത് ഈ കൊന്നത് ആരാണോ അയാൾക്കുള്ളതാണ്. ബാക്കി ഉള്ള സ്വത്ത് ചെലവ് വെച്ചിട്ട് ബാക്കിയുള്ള സ്വത്തിന്റെ 4 ഭാഗം അഥവാ 80% യുദ്ധത്തിൽ പങ്കെടുത്ത അവകാശികൾക്കാണ്. പിന്നെ ലില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഒരു ഓഹരി ഉണ്ടല്ലോ, അഥവാ 20%, അത് ഇനി പറയും ആർക്കാ ചെയ്യേണ്ടത്. ഇനി അതവിടെ പൂർത്തിയാക്കാതെ തന്നെ ഫൈയിലേക്ക് കിടക്കുക. കാരണം ഫൈന്റെ ഇതും ഒരേ വിധിയാണ്, അതുകൊണ്ട് അത് ഒന്നിച്ച് പറയാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചതാ. ഫൈ മുതലും തന്നെ 5 പൗക്കണം. പക്ഷെ അവിടെ നറുക്കിടേണ്ട ആവശ്യമില്ല, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഫൈ മുതലിന്റെ 5 പൗത്തിട്ട് അതിന്റെ 4 ഭാഗം അഥവാ 80% ആർക്കുള്ളതാണ്? ലിൽ മുർസദീന ലിൽ ജിഹാദി, യുദ്ധത്തിനു വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ട പട്ടാളക്കാരുടെ ശമ്പളം, ചെലവ് എന്നിവയിലേക്കാണ് കേട്ടോ. ഫൈ മുതലിന്റെ 80% രാജ്യരക്ഷാ ഫണ്ടിലേക്കാണ് എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. രാജ്യരക്ഷാ ഫണ്ടിന്റെ പ്രധാനം പട്ടാളക്കാര് അവർക്ക് വേണ്ട ശമ്പളം, വസ്ത്രം, മറ്റു സൗകര്യങ്ങൾ എന്നിവക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ഫൈന്റെ 20%, അതുപോലെ ഗനീമത്തിന്റെ 20%, രണ്ടും കൂടി ഒന്നിച്ചു പറയാ. യുഹമ്മസു, അതിനെ പിന്നെ 5 പകുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ എത്ര ഉണ്ടാവും? ആകെവിടെ 20 അപ്പോ 4 ആയിപ്പോവും. 4 5 4 20. അപ്പോ അത് 5 പൗത്താൽ
സഹ്മുൻ അതിൽ നിന്നിട്ടുള്ള ഒരു ഓരി, അതായത് നേരത്തെ ഗനീമത്തിന്റെ 20% മാറ്റിവെച്ചത്, ഫൈഇന്റെ 20% മാറ്റിവെച്ചത്, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 20 ആക്കുക. ഈ 20-നെ ഇനി എന്താക്കുക, 5 ആയിട്ട് പൗക്കുക. അപ്പൊ 4 വീതം. ഈ 20-ലെ 4 മറ്റേ 20-ലെ 4 വരും. ലിൽ മസാലിഹി മുസ്ലിങ്ങളുടെ പൊതുമസ്ലഹത്തിന് ഉപയോഗിക്കേണ്ടതാണ്. പൊതുമസ്ലഹത്ത് എന്ന് പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണം. സഹറ് എന്ന് പറഞ്ഞാൽ എല്ലാ അതിർത്തിയല്ല, ശത്രു പ്രവേശന സാധ്യതയുള്ള അതിർത്തി. മുസ്ലിം രാജ്യത്തിന്റെ ഏതേത് അതിർത്തികളിലൂടെയെല്ലാം രാജ്യത്തിലേക്ക് ശത്രു പ്രവേശിക്കാനും രാജ്യരക്ഷ ഭീഷണിയാകാനും സാധ്യതയുണ്ടോ അത്തരം അതിർത്തി പ്രദേശങ്ങൾ സംരക്ഷിക്കുക. അത് മതിലെട്ടി അടക്കുക എന്നല്ല സദ്ദിന്റെ അർത്ഥം, മറിച്ച് അവിടെ സംരക്ഷിക്കുക. സംരക്ഷിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാലോചിതമായ അതിർത്തി സംരക്ഷണം ചെയ്യുക. അതിന് പട്ടാളത്തെ നിർത്തുകയാണെങ്കിൽ പട്ടാളത്തെ നിർത്തുക, അല്ല മതിൽ കെട്ടുകയാണെങ്കിൽ മതിൽ കെട്ടുക, അല്ല മറ്റെന്തെങ്കിലും വേണമെങ്കിൽ അത് ചെയ്യാം. ഏതാണോ ആ ശത്രു പ്രവേശന സാധ്യതയുള്ള അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടത് അതിന് കൊടുക്കുക. അതുപോലെ തന്നെ ഇമാറത്ത് ഹിസ്നിൻ കോട്ട പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അതിർത്തികളിൽ ശത്രു വരാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുള്ള സാഹചര്യങ്ങളിലൊക്കെ കോട്ട നിർമ്മിക്കും. ആ കോട്ടയിൽ സുരക്ഷിതമായി ഈ ഭീഷണിയിലുള്ള സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പട്ടാളക്കാരുടെ മേൽനോട്ടത്തിൽ. അപ്പൊ അത് പരിപാലിച്ച് അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് അതിന്റെ സംരക്ഷണം അതും ഈ മസാലിഹിലെ ഒരു വിഹിതത്തിൽ നിന്നിട്ടാണ് പോകേണ്ടത്. എന്നല്ല വമസ്ജിദിൻ പള്ളി പരിപാലനം, മുസ്ലിം ഗവൺമെന്റിന്റെ പള്ളി പരിപാലനം ഫണ്ട് ഈ ബൈത്തുൽ മാലിൽ നിന്നിട്ടാ വരിക. അർസാഖുൽ ഖുദാത്തി രാജ്യത്തെ ഖാദിമാരുടെ ശമ്പളങ്ങള്, വൽ മുസ്തഖിലീന ബിഉലൂമി ശർഈ ശർഈയായ ഇൽമുമായി ഷോലാവുന്നവർക്ക് വേണ്ട ചെലവ്, ഖുർആന്, തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ് തുടങ്ങിയ ശർഈയായ ഉലൂമുകളുമായി ഷോലാവുന്നവർക്ക് വേണ്ട ശമ്പളം, ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയത്. ആലാത്തിഹ കേട്ടോ, ഉലൂമു ശർഈന്റെ ആലാത്ത് അതിന്റെ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാല് അഥവാ നഹ്വ്, സർഫ്, ബയാന്, മഹാനി, ബദീഅ് തുടങ്ങിയ ആലാത്തിന്റെ ഇൽമ് അതുമായി ഷോലാവുന്നവർക്ക് വേണ്ട ചിലവുകൾ. വലൗ മുബത്തദീന വലിയ ആലിമീങ്ങളായിക്കൊള്ളുന്നില്ല, തുടങ്ങാൻ പോണ മൂല്യാരിറ്റിയാണ് ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅൽന എന്ന് പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും ആ കുട്ടിക്ക് വേണ്ട സംരക്ഷണ ചെലവും ഭക്ഷണവും താമസവും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കേണ്ടത് മുസ്ലിം ഗവൺമെന്റിന്റെ ഈ മസാലിഹിൽ നിന്നിട്ടാണ്. ഇനി അതുപോലെ ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ദാക്കുന്നവര്, വൽ അയിമ്മത്തി പള്ളിക്കൽ ഇമാമുക്കുന്നവര്, വൽ മുഅദ്ദിനീന പള്ളിക്കല് പാങ്ക് കൊടുക്കുന്നവര് തുടങ്ങിയ മുസ്ലിം പൊതുമസ്ലഹത്തിൽപ്പെട്ട ഈ വകുപ്പിലേക്കൊക്കെ ചെലവാക്കേണ്ടത് ഈ ഗനീമത്ത് സ്വത്തിന്റെയും ഫൈഅ് മുതലിന്റെയും ചെറിയൊരു ഭാഗമാവുന്ന 20% നിന്ന് 5-1 4% കൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നല്ലോ കാശുണ്ടാവും ഫണ്ടിൽ, അതുകൊണ്ടാണായിരിക്കും. വയോത്താഹാവുല ഈ പറയപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഈ ഫൈഅ് മുതലിൽ നിന്നിട്ടും ഈ ഗനീമത്തിന്റെ ഹുമുസിൽ നിന്നും നൽകപ്പെടും. മാൽഗിന അവർക്ക് സ്വന്തമായി ജീവിക്കാൻ കഴിവുണ്ടെങ്കിലും മുക്കുറിച്ചാക്ക് എല്ലാവർക്കും ആയിപ്പെട്ട്, മുക്കുറിച്ച പെട്ട്, അതുപോലെ തന്നെ കത്തീവിച്ച പെട്ട്, എല്ലാം പെട്ട്. ഇനി ഹിഫ്ദുൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ പെട്ട്. മാറാവുലിമ എത്ര കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അന്നത്തെ ഭരണാധികാരിയാണ് അത് നിശ്ചയിക്കേണ്ടത്. ഭരണാധികാരി നിശ്ചയിക്കുന്നതനുസരിച്ച് അതിന് ഫണ്ട് വിനിയോഗിക്കേണ്ടതാണ്. എന്നാൽ എല്ലാത്തിനും കൂടി തികച്ചില്ലെങ്കിലോ വജിബു നിർബന്ധമാവും തഖ്ദീമുൽ അഹമ്മി മിമ്മാ ദുക്റ, മേൽ പറയപ്പെട്ടിൽ ഏറ്റവും മുഖ്യമായത് ഏതോ അതിന് മുൻഗണന കൊടുക്കുക. എല്ലാത്തിനും കൂടി തികയില്ലെങ്കിൽ
എന്നാൽ അതിൽ ഏറ്റവും മുഖ്യമായത് ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ശത്രു കടന്നു വരാൻ സാധ്യതയുള്ള അതിർത്തി സംരക്ഷിക്കലാണ് ഒന്നാമത്തെ മസലായത്ത്. കാരണം എന്താ? മുസ്ലിം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് തന്നെ വരാം. അപ്പൊ ഏറ്റവും അഹമ്മ് അതാണ്. മറ്റേതൊക്കെ ദീനിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമുള്ളത് തന്നെ ഈ പറഞ്ഞതൊക്കെ. ഇങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഒരു ഭരണാധികാരി വന്നിട്ട് അയാള് ഒരു അക്രമിയായ ഭരണാധികാരിയാണ് കുട്ടിക്കോളി വലവുമുനിയായി ഹുക്കൂക്കുഹും, ഈ മേൽപറയപ്പെട്ട ഈ ഗനീമത്തിന്റെയും ഫൈ മുതലിന്റെയും അവകാശികളായ ആളുകൾ തടയപ്പെടുന്നു. മിൻ ബൈത്തുൽ മാലി, ഗവൺമെന്റിന്റെ ബൈത്തുൽ മാലിൽ നിന്നിട്ട് ഇവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നില്ല, തടയപ്പെട്ടു. എന്നിട്ട് ആയതും അതിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് നൽകപ്പെടുന്നു. മിൻഹു, ഈ വിഹിതത്തിൽ നിന്നിട്ട് ഷൈഅൻ, എന്തോന്ന് അയാളുടെ അവകാശത്തിൽ പെടാവുന്ന അത്രയൊന്ന്. എന്നാൽ ജാസരഹുൽ അഖ്ദു, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ല എന്നല്ല ഞാനും വാങ്ങണില്ല എന്ന് വെക്കണ്ട. ഈ പറയപ്പെട്ട അവകാശികളിൽപ്പെട്ട എല്ലാവർക്കും ഉള്ളതുപോലെ കൊടുക്കണം. പക്ഷേ ഇതിൽപ്പെട്ട പലർക്കും കൊടുക്കുന്നില്ല. അതിൽപ്പെട്ട ഏതോ ഒരു പ്രത്യേക വകുപ്പിന് ഗവൺമെന്റ് അവകാശം കൊടുക്കുന്നു. എന്നാ ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാതെ എനിക്കായിട്ട് വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അവന് കിട്ടി അവനെടുക്ക. എപ്പം? മാരമ്യജിത് അലാ കിഫായത്തിഹി, ഈ കിട്ടുന്നത് അവന്റെ ജീവിതാവശ്യത്തിന് മതിയാവുന്നതിനേക്കാൾ ഏറെല്ലെങ്കിൽ. ഇയാൾക്ക് ഒന്നായിട്ട് കോടികളാണ് കൊടുത്തേക്കാണെങ്കിൽ അത് വാങ്ങാൻ പറ്റൂല. കാരണം അത് മാറുള്ള ഹക്ക. തനിക്ക് തന്റെ ജീവിത ചെലവിന് വേണ്ടി വരുന്നതേ കിട്ടുന്നുള്ളൂ. സാധാരണഗതിയിൽ ഹക്കായിട്ട് എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ തനിക്ക് കിട്ടാവുന്ന അവകാശമാണ് ഇപ്പൊ കിട്ടിയത്, അത് വാങ്ങാം. ഇപ്പൊ ഈ പറഞ്ഞ മസാലിഹന് ഗനീമത്തിന്റെയും അതുപോലെ തന്നെ ഫൈ മുതലിന്റെയും 4% ഉപയോഗപ്പെടുത്തി. ബാക്കിയുള്ളതോ വസഹ്മുൻലിൽ ഹാശിമിയി വൽ മുത്തലിബിയി, ഈ മുതലിന്റെ ഫൈ മുതലിന്റെയും ഗനീമത്ത് മുതലിന്റെയും ഹുമുസിൽ നിന്ന് ഓരോരി ബനു ഹാഷിം ബനു മുത്തലിബ് ഗോത്രക്കാരായ തങ്ങൾമാർക്കാണ്. എന്താ നമ്മൾ പറഞ്ഞ് അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? അവർക്ക് ഫൈ മുതലിൽ നിന്നിട്ടും ഗനീമത്തിൽ നിന്നിട്ടുള്ള ഹുമുസിന്റെ അവകാശം ഉണ്ട് എന്ന് പറഞ്ഞതാ. പക്ഷെ അവർക്ക് അവകാശം അനന്തരാവകാശം പോലെയാണ് അഹ്ലു ബൈത്തിന് കിട്ടുന്നത്. അനന്തരാവകാശത്തിൽ പറഞ്ഞതുപോലെ പെണ്ണിന്റെ ഡബിൾ ആണിന് എന്ന നിലക്ക് ബീവിമാർക്കും തങ്ങന്മാർക്കും കൊടുക്കേണ്ടതാണ്. ഹാഷിമി തങ്ങന്മാർക്കും കൊടുക്കണം, മുത്തലിബി തങ്ങന്മാർക്കും കൊടുക്കണം. ആണിന്റെ പകുതി പെണ്ണിന് എന്ന വ്യവസ്ഥ പ്രകാരമായിരിക്കണം കൊടുക്കേണ്ടത്. വലുവങ്ങനിയ തങ്ങൾ പാപ്പ നല്ല കഴിവുള്ള ആളാണ്, വലിയ കോടീശ്വരനാണ്, എന്നാലും അയാൾ അവരുടെ അവകാശ. എന്തുകൊണ്ട്? ദവിൽ ഖുർബ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ദവിൽ ഖുർബ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖറാബത്തിന്റെ ബന്ധമാണ്. ഈ ഖറാബത്തിന്റെ ബന്ധം എന്നതിൽ അവിടെ കഴിവുണ്ടോ ഇല്ലേ എന്ന് പരിഗണിച്ചുകൊണ്ടല്ല. അപ്പൊ അത് അവരുടെ അനന്തരാവകാശം പോലെ ആണിന്റെ പൗതി പെണ്ണിന് എന്ന നിലക്ക് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവരുടെ അവകാശമാണ്. അപ്പൊ രണ്ടോരിയായില്ലേ? അങ്ങനെ മൂന്നാമത്തത് വസ്സഹ്മുൽ ഫുഖറാഇൽ യതാമ, സാധുക്കളായി യതീം കുട്ടികൾക്ക് കൊടുക്കാളാണ്. സാധുക്കളായ യതീം കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടെ 2 പരിഗണന. ഒന്ന്, യതീം കുട്ടിയാണെന്ന് വെച്ചിട്ട് എല്ലാ യതീം കുട്ടികൾക്കും കൊടുക്കാൻ പറ്റൂല. സാമ്പത്തികമായി കഴിവുള്ള യതീം കുട്ടികൾക്ക് ഇതിന്ന് കൊടുക്കാൻ പാടില്ല. എന്നാ സാധുക്കൾക്ക് ഇത് പെടും, അത് വേറുണ്ട്. സാധുക്കളെ ഒപ്പ് പറഞ്ഞിട്ടൊന്ന് വേറുണ്ട്. ഇത് യതീമാണ് താനും അതോടുകൂടി സാധുവാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഫക്കീർ മിസ്കീനും പെട്ടതാണ്. അങ്ങനെ പ്രയോഗം. ഫക്കീർ മിസ്കീന്മാരാവുന്ന യതീം കുട്ടിയേക്കാണ് ഒരു വിഹിതം. അപ്പൊ അനാഥ സംരക്ഷണം രാജ്യരക്ഷയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം സമുദായം കാണുന്നത്. കണ്ടോ? നേരത്തെ രാജ്യരക്ഷയ്ക്ക് എത്ര ഉപയോഗിക്കണോ അതേ ദൈജിൽ ഫണ്ട് യതീം സംരക്ഷണത്തിനും ഉപയോഗിക്കണം എന്ന. അവ പാവപ്പെട്ട യതീം കുട്ടികൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നിൽ നിൽക്കാൻ പാടില്ല. അവരെ സമൂഹത്തിന്റെ ഒപ്പം കൊണ്ടുവരണം. അതിന് ബൈത്തുൽ മാലിൽ നിന്നിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചു കൊള്ളണം. ഇനി വസഹ്മുന്നോരോഹരി ലിൽ മിസ്കീൻ, കണ്ടോ? മിസ്കീമാർക്ക് കാരണം ഫക്കീർ മിസ്കീമാർക്ക്. അവിടെ യതീം അല്ലാത്ത, ആദ്യം പറഞ്ഞ യതീമായ ഫക്കീർ മിസ്കീമാരാണ്. ഇനി പറയുന്നത് യതീം അല്ലാത്ത ഫക്കീർ മിസ്കീമാരാണ് ഒരു ഓരി.
ഇനി വസഹമുൽ ഇബ്നു സബീലിൽ ഫഖീർ, ഇബ്നു സബീൽ നേരത്തെ പറഞ്ഞേക്ക് ഹലാലായ യാത്ര ഉദ്ദേശിച്ചിട്ട് അതിനുള്ള സാമ്പത്തിക കഴിവില്ലാത്ത ആള്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര പൂർത്തിയാക്കാൻ പറ്റാത്ത സാമ്പത്തിക ഇടക്ക് നേരിട്ട ആള്, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വത്തില്ലെങ്കിൽ അവർക്കും ഈ സക്കാത്തിന്റെ പുറമെ ഈ ഫൈന്റെ അതുപോലെ ഗനീമത്തിന്റെ ഹുംസിന്റെ അവകാശമുണ്ട്. അപ്പൊ ആരൊക്കെ ആയിപ്പോ? തങ്ങന്മാര് ഓരോരി, യത്തീം കുട്ടികള് ഓരോരി, മിസ്കിമാര് ഓരോരി, ഇബ്നു സബീൽ ഓരോരി, 4 ഓരിയായി. ഓരോരി ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു ചെയ്തു? മസാലിഹിന് എന്നും പറഞ്ഞു. ഇങ്ങനെ ഈ 20% കൊണ്ട് നാട്ടിന്റെ നന്മക്ക് വേണ്ടി വിനിയോഗിക്കാം, പൊതു നന്മക്ക് വേണ്ടി. ഇനി വേജിബു നിർബന്ധമാണ് താമീമുൽ അസ്നാഫിൽ അർബാത്തി, ഈ 4 വിഭാഗങ്ങളെയും ആമ്മാക്ക് എല്ലാരും എത്തിക്കൽ ബിൽ അത്വാഇ, ഈ പറഞ്ഞ ഫണ്ടിൽ നിന്ന് നൽകൽ കൊണ്ടിട്ട് എല്ലാരും ആമാക്കണം എന്ന് പറഞ്ഞാൽ ഹാദുറുഹും വഗൈബുഹും അനിൽ മഹല്ലി, ഈ മുതൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളവനും ഇവിടെ ഇല്ലാത്തവനും ആവുന്ന ഈ നാട്ടുകാരായ എല്ലാവർക്കും അത് കൊടുത്തോളണം. എല്ലാവർക്കും കൊടുക്കണം, ഒരുപോലെ കൊടുക്കണോ? അത് വേണ്ട. ഞാൻ പക്ഷേ ജൂസു അത്തഫാവുത്തു, വ്യത്യാസം വരുത്താ ബൈന അഹാദി സുനിഫി, ഓരോ ഇനത്തിൽപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു തുടങ്ങി. ഒരു യത്തീംകുട്ടിക്ക് കൊടുത്തത് സംഖ്യ എന്നെ ആയിക്കോളും ഞാൻ മറ്റേ യത്തീംകുട്ടിക്ക് കൊടുക്കുന്നത്. അത് അവരുടെ സാമ്പത്തിക സ്ഥിതിയുടെ ഏറ്റക്കുറവ് അനുസരിച്ച് ഏറ്റക്കുറവ് വരുത്താം. അതുപോലെ തന്നെ മിസ്കിമാർക്കും ഫക്കീറന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ കൊടുത്തോളുന്നില്ല. ചില ഫക്കീറന്മാർക്ക് ചില മിസ്കിമാർക്ക് ചിലത് കൂട്ടി കൊടുക്കുക, കുറച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഏതിൽ മാറ്റാൻ പറ്റില്ല? ഗൈറു ഖുർബാ, അഹ്ലുൽ ബൈത്ത് ഹാശിമി മുത്തലിബി, അവിടെ ഏറ്റക്കുറവ് വരുത്താൻ പറ്റൂല. കാരണം എന്താണ്? അവര് അനന്തരാവകാശം പോലെ കഴിഞ്ഞായിട്ട് കൊടുത്തോളണം. അവിടെ കഴിവുള്ളവരുന്നോ കഴിവില്ലാത്തവരുന്നോ വേർതിരിക്കാൻ പറ്റൂല. എന്നാൽ ലാ ബൈനൽ അസ്നാഫി, ഈ 4 വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റക്കുറവ് വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായി 4% തന്നെ ഓരോരുത്തർക്ക് മാറ്റി വെച്ചോളണം എന്നാ. അത് ഒരു കൂട്ടർക്ക് 5%, ഒരു കൂട്ടർക്ക് 3% മാറ്റാൻ പറ്റൂല. അങ്ങനെ ഹാസിലു. ഇനി ഇങ്ങനെ ഈ ഗനീമത്തിൽ നിന്നും ഫൈയിൽ നിന്നിട്ടും കിട്ടുന്ന സ്വത്ത് വളരെ കുറവാണ്. ബിയായിസു, എത്രത്തോളം? ലോ അമ്മ എല്ലാവർക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ ലമ്യസുദ്ധ വസന്തൻ എവിടെ എത്തൂല എന്ന് കണ്ടാൽ, അത്ര കുറവാണെങ്കിൽ ഹൊസബിൽ അഹ്വജു, കൂട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ആളുകളെ ഉള്ളത് കൊണ്ട് പ്രത്യേകമാക്കണം. എല്ലാവർക്കും കൂടി കൊടുക്കാൻ എത്തുമെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക തന്നെ വേണം. പക്ഷെ അതിനത്ര ഇല്ല, വളരെ കുറവാണ്, എല്ലാവർക്കും കൂടി കൊടുത്താൽ ആർക്കും ഒന്നിനും ഉണ്ടാവില്ല എന്ന് കണ്ടാൽ കൂട്ടത്തിൽ കൂടുതൽ ആവശ്യമുള്ളവരെ കണ്ടെത്തി കൊടുക്കേണ്ടതാണ്. അവിടെ വരായമ്മ, അവിടെ പിന്നെ ആമാക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടുള്ള റൂറത്തെ, അല്ലെങ്കിൽ പിന്നെ ആർക്കും ഒരു ഫലം കിട്ടൂലല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാം. ഇനി വലൗഫുഖിദ ബാദുഹും, ഈ വിഭാഗങ്ങളിൽപ്പെട്ട ചിലത് ഇല്ലാതായി പോയി. ഉദാഹരണം, ആ നാട്ടിൽ ആരില്ല? ഇബ്നു സബീലില്ല. അങ്ങനെ വരാലോ, ഇബ്നു സബീലില്ല, അങ്ങനത്തെ സാഹചര്യമാണ്. അല്ലെങ്കിൽ യത്തീം കുട്ടികളൊക്കെ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവരിൽ യത്തീം കുട്ടികളുണ്ടെങ്കിലും അവരൊക്കെ കഴിവുള്ളവരാ. ഇങ്ങനെ വന്നാൽ ആ ഇല്ലാതായി പോയ വിഭാഗത്തിന്റെ വീതത്തെ വീദ്യം വെക്കണം അലാൽ ബാക്കിനെ ബാക്കിയുള്ളവരുടെ മേൽ. അപ്പം 4 വിഭാഗത്തിനാ കൊടുക്കേണ്ട. അതിൽ ഒരു വിഭാഗം ഇല്ലെങ്കിൽ ബാക്കി 3 വിഭാഗത്തിന് കൊടുക്കണം. ഈ ഒരു വിഭാഗത്തിന്റെ കൂടി 3 കൂട്ടർക്കും കൂടി വീതിച്ച് കൊടുക്കണം. ഇനി വയജൂസു ഇൻദൽ അയിമ്മത്തി സലാസത്തി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തങ്ങളല്ലാത്ത മറ്റ് 3 മദ്ഹബിന്റെയും ഇമാമിങ്ങളുടെ അടുക്കൽ ജായിസാകും സർഫു ജമീഅ ഖുമുസിൽ ഫൈഇ, ഫൈ മുതലിന്റെ 5/1 എന്ന് പറഞ്ഞാൽ 4 ഭാഗം നമ്മൾ എവിടേക്ക് പറഞ്ഞു? രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ലിൽ മുർസലീന ലിൽ ജിഹാദി, പട്ടാളക്കാർക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ബാക്കി വരുന്ന 5 ഉണ്ടല്ലോ ഹുമുസ്, അതായത് 20% മൊത്തവും എങ്ങോട്ട് ഉപയോഗിക്കുക? ഇലൽ മസാലിഹി, മസാലിഹിലേക്ക് ഉപയോഗിക്കുക. ഗനീമത്ത് മാത്രമേ എന്തുള്ളൂ? ഹുമുസുൽ ഹുമുസാക്കേണ്ട ആവശ്യമുള്ളൂ.
ഷഫീ മദ്ഹബിൽ രണ്ടും ഒരു കണക്കാ. സക്കാത്തിന്റെയും 20% അല്ല, സക്കാത്തിന്റെ ഈ ഗനീമത്തിന്റെ 20%വും ഫൈഇന്റെ 20%വും 4 പൗത്ത് 4 വിഭാഗങ്ങൾക്ക് 5 വിഭാഗങ്ങൾക്ക് അത് വീതിച്ചു കൊടുക്കണം. എന്നാൽ ഷാഫി മദ്ഹബ് അല്ലാത്ത മറ്റു മദ്ഹബുകളിൽ ഗനീമത്ത് പറഞ്ഞ ശരിയാണ്. ഗനീമത്ത് അതിന്റെ 20% 5 പൗത്ത് 5 വിഭാഗങ്ങൾക്ക് കൊടുക്കണം. എന്നാ ഫൈ അങ്ങനെ വേണമെന്നില്ല. ഫൈ വരുന്നത് അത് മസാലിഹിലേക്ക് മുഴുവനായി തന്നെ ഉപയോഗിക്കാം എന്നുണ്ട്. അപ്പൊ മുസ്ലിം ഗവൺമെന്റ് ഉള്ളിടത്തുള്ള മസാല എന്നൊന്നും ഇപ്പൊ നമ്മൾ കൂടുതൽ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. വലാ യസിഹു ശർത്തുൽ ഇമാമി, ഇമാമ് അഥവാ ഭരണാധികാരി ഷർത്ത് വെക്കൽ സഹിയാവൂല. എന്ത് ഷർത്ത് വെച്ചു? മന്നഹദ ശൈഅൻ ഫഹുവ ലഹു, യുദ്ധത്തിനിടയിൽ പട്ടാളക്കാരിൽപ്പെട്ട ആരെങ്കിലും ശത്രുവിന്റെ ധനത്തിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുത്താൽ അത് അവന് അവകാശപ്പെട്ടതാണ് എന്നൊരു പ്രഖ്യാപനം നടത്തി. അങ്ങനെ പ്രഖ്യാപനം നടത്താൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അത് സരബാണ്. സരബ് അങ്ങനെ മൻ ഖതല ഖതീലൻ ഫലഹു സരബുഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിലവിലുണ്ട്. അതേ സമയത്ത് അതാത് കാലങ്ങളിലുള്ള മുസ്ലിം ഭരണാധികാരി ശത്രുക്കളുമായി യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തുന്നു. ശത്രുക്കളിൽ നിന്നിട്ട് ആരെങ്കിലും ബലപ്രയോഗത്തിലൂടെ വല്ലതും പിടിച്ചെടുത്താൽ അത് പിടിച്ചെടുത്തോനാണ് എന്ന് പ്രഖ്യാപിക്കാൻ അധികാരമില്ല. എന്നാൽ ഫി ഖൗലി ഇമാം ഷാഫി തങ്ങളുടെ മറ്റൊരു ഖൗലുണ്ട്, യസ്ഹു, അങ്ങനെ സഹിയാണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം എന്ന്. വാലൈഹൽ അയിമ്മത്തു സലാസത്തു, ബാക്കി 3 മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഭരണാധികാരിക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുകയും ആവാം. അപ്പൊ എന്താവും? ഈ ശത്രുക്കളെ സാമ്പത്തികമായി ക്ഷീണിപ്പിക്കാനും മുസ്ലിങ്ങൾക്ക് ഹിമ്മത്ത് കൂടാനും ഈ പ്രഖ്യാപനം കാരണമാകും എന്നതുകൊണ്ട് അത് ചെയ്യാം എന്നാണ്. റേഡിയോ ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ കിശിരി എന്തേരെ ഓക്കെ അല്ലേ? ഇനി റേഡിയോ കേടയിനി എനിക്കറിയാം. പിന്നെ വഅൻദ അബി ഹനീഫത്ത വ മാലിക്കിൻ, ഇമാം അബു ഹനീഫ തങ്ങളുടെയും ഇമാം മാലിക് തങ്ങളുടെയും റഹ്മഹുമുല്ലാഹ്, അവർ രണ്ടുപേരുടെ അടുക്കൽ യജൂസുൽ ഇമാമി, ഭരണാധികാരിക്ക് പറ്റും അൻ യഫദ്ദില ബഅദൻ, ചില ആളുകളെ മറ്റു ചിലരെക്കാൾ എന്ത് ചെയ്യാം? ആകെപ്പോ കേൾക്കണത് കീശിരിയെ ദർസ് ഇപ്പൊ ഇവിടെ ഈ മുന്നിൽ വന്നു തെരുക്കുന്നവർ വളരെ കുറവാ. നാട്ടിലുള്ള ഒരുപാട് മുതല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഒക്കെ ക്ലാസ്, ഫത്വൽ മീൻ ക്ലാസ് സാധാരണ കേൾക്കുക അവരുടെ പരിമിതമായ സൗകര്യമായത് കൊണ്ട് മൊബൈലില. ഇവിടെ തന്നെ പല കുട്ടികളും നേരിട്ട് വിളിച്ച് ബന്ധപ്പെടലും ഇവിടെ പലരും വരലും ഒക്കെ ഉണ്ട്. അവരൊക്കെ സാധാരണ കമ്പ്യൂട്ടറിൽ വെച്ചിട്ടല്ല, മറിച്ച് ഇതിൽ കേൾക്കുന്നതിനെക്കാട്ടിലും കമ്പ്യൂട്ടറിൽ കേൾക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ടെലിഫോൺ മൊബൈലിലാണ് കേൾക്കുന്നത്. അതില്ലേനി എന്ന് പറഞ്ഞാൽ പിന്നെ ഐറ്റങ്ങളെ കഥ പ്രശ്നം തന്നെ. മനസ്സിലായില്ലേ? ഒരുപാട് കുട്ടികൾ പറഞ്ഞാൽ മൗലിയാരിറ്റികളും ഉണ്ട്, അല്ലാത്ത മാലിന്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയ ഉസ്താദന്മാർക്കൊന്നും പിന്നെ നമ്മളെ അറിയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാത്ത കുറെ ആളുകളുണ്ട്, അവരൊക്കെ മൊബൈലിലാണ് കേൾക്കുക. അതില്ലാഞ്ഞാൽ പിന്നെ നമ്മളെ ദർസ് ഒരു എരും പുളി ഇല്ലാതായി പോകും. കാരണം അവരൊക്കെ നിരാശരായി കുത്തിരിക്കാൻ. ഇന്ന് പിന്നെ അത്ര പ്രധാനപ്പെട്ട വിഷയമല്ല. കാരണം ഇന്നിപ്പോ നിലവിൽ മുസ്ലിം ഗവൺമെന്റ് ഇല്ല, അതുപോലെ തന്നെ ഈ ഗനീമത്ത് സംവിധാനമൊന്നും നിലവിൽ ഇല്ലാത്തത് കൊണ്ട് എന്നാലും പഠിക്കാം. ഇനി അപ്പൊ അവകാശികൾക്ക് തുല്യമായി കൊടുക്കണം എന്നാണ് നിയമമെങ്കിലും ഇമാം മാലിക് തങ്ങളുടെയും അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫ തങ്ങളുടെയും മദ്ഹബ് അനുസരിച്ച് ഭരണാധികാരിക്ക് വേണമെങ്കിൽ ഈ പട്ടാളക്കാർക്കിടയിൽ തുല്യമായി വീതിക്കാതെ ചിലർക്ക് മുൻഗണന കൊടുക്കുകയും ആവാം എന്ന്. ഫറവൻ അവിടെ കഴിഞ്ഞ ആ വിഷയം കഴിഞ്ഞ് പിന്നെ സദക്ക ഇന്ന് കൊടുക്കണ്ട നിൽക്കുക, സദക്ക നാളെ കൊടുക്കാം. നാളെ ഉണ്ടാവില്ലല്ലേ, നാളെ വ്യാഴാഴ്ച ശരിയെ ആയിക്കോട്ടെ, എന്നാലും മതി. ഫറവൻ ലൗ ഹസ്വല ലി അഹദിൻ മിനൽ ഗാനിമീന,
വനീമത്ത് സംഭരിച്ച യോദ്ധാക്കളിൽപ്പെട്ട ഒരാൾക്ക് കരസ്ഥമായി ലഭിച്ചു. ഷെയ്ഉൻ വല്ല വസ്തുവും മിമ്മാ വനിമു, അവര് വനീമത്തെടുത്ത മുതലിൽ നിന്നുള്ള ഏതോ ഒരു വസ്തു കിട്ടി. എപ്പോഴാ കിട്ടിയ? ഖബല തഖ്മീസി, 5 പൗക്കുന്നതിന്റെയും വൽ ഖിസ്മത്തി ശർഇയ്യത്തി, ശർഇന്റെ നിയമപ്രകാരം വീതം വെക്കുന്നതിന്റെയും മുമ്പ് വല്ലതും കിട്ടിയാൽ അതിനാണ് ഗുലൂല് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഹദീസിലൊക്കെ ധാരാളം സംസാരിച്ചതാണ്. വമൻ യഗ്ലുൽ യഅതി ബിമാ ഖല്ല യൗമൽ ഖിയാമ എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അവിടുത്തെ ഖാദിമായി കൊണ്ടുണ്ടായിരുന്ന ഒരു അടിമ ഉണ്ടായിരുന്നു. അയാള് യുദ്ധത്തിൽ നന്നായി അധ്വാനിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നാലും അദ്ദേഹം എന്താണ്, നരകത്തിൽ തീ അദ്ദേഹത്തിന്റെ മേൽ ആടുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിന് കാരണം എന്താ? ഫീ ശംല, ഒരു പുതപ്പ്, ഗനീമത്ത് സ്വത്തിൽപ്പെട്ട ഒരു പുതപ്പ് വീതം വെക്കുന്നതിന് മുമ്പ് സ്വന്തം എടുത്തു എന്നുള്ളതാ കാരണം. അങ്ങനെ അതുകൊണ്ട് പറഞ്ഞപ്പോ സഹാബത്ത് ഓരോന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. സൂചി, ആ സൂചിക്ക് കോക്കുന്ന നൂല്, ചെരുപ്പ് കുത്തുന്ന ആണി തുടങ്ങിയിട്ട് അതൊക്കെ ഓരി വെക്കുന്നതിന് മുമ്പാണെങ്കിൽ നരകത്തിന് കാരണമാണ് എന്ന് പറഞ്ഞു. അപ്പോ അത് ഹറാമാണ്. വീതം വെക്കുന്നതിന് മുമ്പ് ഗനീമത്ത് സ്വത്തിൽ നിന്ന് ആരും ഒന്നും സ്വന്തമായിട്ട് എടുക്കാൻ പാടില്ല. ലാ യജൂസു തസറുഫു ഫീഹി, അങ്ങനെ ഗനീമത്തിൽ നിന്നിട്ട് വല്ലതും തനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള ക്രയവിക്രയവും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ലിഅന്നഹു, ഈ വസ്തു മുഷ്തറക്കും ബൈനഹും, ഈ ഗനീമത്ത് കിട്ടിയ മുഴുവൻ പട്ടാളക്കാരുടെ ഇടയിൽ ഷെയറാണെന്ന് മാത്രമല്ല, വൈനഹിലുൽ ഖുബ്സി, പിന്നെ പറഞ്ഞ 20% ഓഹരി ചെയ്തു കൊടുക്കേണ്ട 5 വിഭാഗങ്ങൾക്കും, അപ്പൊ ഈ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കും ബാക്കി 5 വിഭാഗങ്ങൾക്കും കൂടി ഷെയറാണ്. എല്ലാവർക്കും കൂടി ഷെയർ ആയതായതുകൊണ്ട് തന്നെ വശരീക്കു, ഒരു ഷെയറുകാരൻ ലാ യജൂസു തസറുഫു ബിൽ മുഷ്തറക്കി, കൂറായ സ്വത്തിൽ കൈകാര്യം ചെയ്യാൻ പാടുണ്ടാവില്ല ബിഗൈരി ഇദ്നി ശരീക്കി, ഈ ഷെയറുകാരന്റെ സമ്മതമില്ലാതെ. അപ്പൊ ബാക്കിയുള്ളവരൊന്നും സമ്മതം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഓഹരി ചെയ്യുന്നതിന് മുമ്പ് ഗനീമത്ത് സ്വത്തിൽ നിന്നിട്ട് വളരെ നിസ്സാരമായ വസ്തു പോലും സ്വന്തമായി എടുക്കാൻ പാടില്ല. പക്ഷെ ഇതിന്ന് ഒഴിവാണ്. ഏത്? ഈ പടയാളി വിശന്നു വരഞ്ഞിരിക്കുന്നു, ഭക്ഷ്യപദാർത്ഥങ്ങളിൽപ്പെട്ട വല്ല വസ്തുവാണ് കിട്ടിയത്, എന്നാൽ അദ്ദേഹത്തിന്റെ വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷിക്കാം. അതൊരു സ്വത്തായിട്ട് എടുത്ത് സൂക്ഷിക്കുന്നതല്ല. അങ്ങനത്തെ ഉദാഹരണം പഴുത്ത പഴം അല്ലെങ്കിൽ പാചകം ചെയ്ത ഭക്ഷണം തുടങ്ങിയതൊക്കെ ഗനീമത്തായി കിട്ടിയാൽ അത് വീതം വെക്കാൻ നിൽക്കാതെ തന്നെ വിശക്കുന്നുണ്ടെങ്കിൽ വിശപ്പടക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതല്ലാത്ത എത്ര ചെറുതാണെങ്കിലും വീതം വെക്കുന്നതിന് മുമ്പ് ഒരു തരത്തിലുള്ള കൈകാര്യവും ചെയ്യാൻ പാടില്ല. അതെടുക്കൽ, സ്വന്തമായി എടുക്കൽ ഹറാമുമാണ്. കഴിഞ്ഞു. സക്കാത്തും ഗനീമത്തും ഫൈഉം ഒക്കെ കഴിഞ്ഞു. ഇനി സദഖയെ പറ്റി കുറച്ച് പറഞ്ഞിട്ട് അതിന്റെ ഫളീലത്തും അതിന്റെ മുൻഗണനാക്രമവും തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാഹ് സൗമിലേക്ക് കടക്കും. ഒരു പാടുകൂടി ഓതാന് സദഖയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അനുബന്ധം ഉണ്ട്. അത് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ അടുത്ത ദർസിൽ നമുക്ക് ഓതാ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് അത് മതി. 5 മണിയോടടുത്തായും ചെയ്തല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമായിട്ട് സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് മൈക്കിൽ വരാവുന്നതാണ്. ഇല്ലെങ്കിലോ തെക്കുമല ഉസ്താദ് ആദ്യം തന്നെ മുകളിൽ കാണുന്നത് എന്തെങ്കിലും ഉണ്ടാവും. ഈ കാര്യം വല്ലതും വരയ്ക്കാൻ പറയാനൊക്കെയാണ് തെക്കുമല ഉസ്താദ് ആദ്യം മുന്നിൽ വരല്. ഏതായാലും ആട്ടെ, എല്ലാവരും വന്നോളി. മൈക്ക് വിട്ടു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും ഉസ്താദെ. പിന്നെ 5 മിനിറ്റ് ഇഖാമത്ത് കൊടുക്കാൻ, അതുകൊണ്ടാണ് മുന്നിൽ വന്നത്. പിന്നെ ഗനീമത്ത് ചില വിഷയങ്ങൾ അങ്ങനെ സംഘടനകളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് കൊല ചെയ്യപ്പെടുന്ന മുസ്ലിമീങ്ങളുണ്ട്. അതിനെ ചൂട്ടുപിടിക്കണ ചില പിന്നെ തലകെട്ടുള്ള മൊയ്ലിയന്മാരും അത് വാദിക്കുന്നുണ്ട് അങ്ങനെ കിട്ടും എന്നുള്ളത്.
അത് കാരണം അവർക്ക് ഈ ക്ലാസ്സിലൊക്കെ അത് കൊടുത്തിട്ടാണ് അവർക്ക് വലിയ ഉന്മേഷം, ഇങ്ങനെ RSSർക്കെതിരെ തുള്ളാനും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടോ? രാഷ്ട്രീയ സംഘടന കൂടാതെ തന്നെ ചില ഭാഗത്തൊക്കെ മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യണം നിലയ്ക്ക് തന്നെ സംഘടന നടക്കുന്നുണ്ട്, ഇനി കേരളത്തിന്റെ പുറത്താണെങ്കിലും. പക്ഷെ അതിനെ നേരിടുകയാണോ വേണ്ടത് നമ്മൾ? അതല്ല ക്ഷമിച്ച് നിൽക്കുകയാണോ വേണ്ടത്? അതല്ല നേരിട്ട് അതിൽ മുസ്ലിമീങ്ങള് മറ്റുള്ള ഹൈന്ദവ മതരുടെ വാളാല് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദിന്റെ കൂലി കിട്ടുമോ ഇല്ലേ? ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു അവിടെ. അസ്സലാമു അലൈക്കും. എന്തോ കുറേശ്ശെ കട്ട് തന്നെ വന്നിരുന്നു. അതിന്റെ പുറമെ എന്തോ മൈക്ക് വിട്ടിട്ട് പോകാത്ത കേടുണ്ട്. അവിടെ എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്നാ തോന്നുന്നു. നല്ലൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വിവരമില്ലാത്ത ചെറുപ്പക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് വിദഗ്ധക്കാര് ചെറുപ്പക്കാരെ വഴിപിഴപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അക്രമത്തിനും കയ്യേറ്റത്തിനും ഒക്കെ മുതിരുന്നുണ്ട്. അതൊന്നും ഇസ്ലാമികം അല്ല. ശത്രുക്കളോട് പൊരുതാനും യുദ്ധം ചെയ്യാനുമൊക്കെ ഇസ്ലാമിക നിയമപ്രകാരം നിയമപരമായ ഒരു ഭരണകൂടം നിർബന്ധമാണ്. നിലവിൽ നിയമപരമായ ഒരു ഭരണകൂടം നിലവിൽ വരികയും ആ ഭരണകൂടത്തിൽ മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ആളുകൾ മാന്യമായി സുരക്ഷിതരായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുമാർ ആര് നീങ്ങുന്നുണ്ടോ അവരെ അമർച്ച ചെയ്യൽ ആവശ്യമാണ്. അത് രാജ്യരക്ഷയുടെ ഭാഗമാണ്. ഈ നിലക്ക് രാജ്യരക്ഷയുടെ നിലക്ക് മുസ്ലിം രാഷ്ട്രത്തെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന ഭാഗത്ത് അതിനെ എതിർക്കുകയും നേരിടുകയും ചെയ്യുക എന്നത് മുസ്ലിം ഗവൺമെന്റിന്റെ രാജ്യരക്ഷ സംബന്ധമായ അടിയന്തര ആവശ്യമാണ്. അതിനുവേണ്ടി നടത്തുന്ന യുദ്ധമാണ് യഥാർത്ഥത്തിൽ ജിഹാദുമായി ബന്ധപ്പെട്ട യുദ്ധം. ജിഹാദ് എന്ന് പറയുന്നത് ദീനീ പ്രബോധനവുമായി ബന്ധപ്പെട്ട പരിശ്രമ പ്രവർത്തനങ്ങളൊക്കെ ജിഹാദാണ്. പക്ഷെ അതിൽ യുദ്ധം വേണ്ടി വരുന്ന സാഹചര്യം മുസ്ലിം രാഷ്ട്രത്തിന്റെ നിയമപരമായ നിലനിൽപ്പിന് ഭീഷണി വരുന്നുണ്ട സാഹചര്യത്തിലാണ് ആയുധമെടുത്തുകൊണ്ട് ജിഹാദ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. അല്ലാതെ ഏതാനും വ്യക്തികള് ഏതെങ്കിലും സംഘടന ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായി അവരെ നേരിടാനേ വഴിയുള്ളൂ. ഇസ്ലാമിൽ അത്രേ വകുപ്പുള്ളൂ. ഇപ്പൊ ഇന്ത്യ പോലത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഫിഖ്ഹിയ കാഴ്ചപ്പാടിൽ രാഷ്ട്രങ്ങളെ മൂന്നായി തിരിക്കാൻ കഴിയും. ഒന്ന് ദാറുൽ ഇസ്ലാം, മറ്റൊന്ന് ദാറുൽ ഹർബ്, മൂന്നാമത്തേത് ദാറുൽ അമാൻ. ദാറുൽ ഇസ്ലാം, ദാറുൽ ഹർബ്, ദാറുൽ അമാൻ. ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിം രാഷ്ട്രം, മുസ്ലിം നിയമപരമായി ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ദാറുൽ ഇസ്ലാം അല്ല. മുസ്ലിം ഭരണകൂടം ഭരണം നടത്തുന്ന ഭൂപ്രദേശം, രാജ്യം, അതിന് ദാറുൽ ഇസ്ലാം എന്ന് പറയും. ദാറുൽ ഹർബ് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം രാഷ്ട്രത്തെ നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാനും നിർമാർജനം ചെയ്യാനും വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ രാഷ്ട്രങ്ങൾ. അപ്പൊ ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുമ്പോൾ നടക്കുന്ന യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാജ്യരക്ഷാ യുദ്ധം. മൂന്നാമത്തേത് ദാറുൽ അമാൻ. ഇവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്വതന്ത്രമായി അവരുടെ മതം വിശ്വസിക്കാനും
പ്രചരിപ്പിക്കാനും ആചരിക്കാനും സ്വാതന്ത്ര്യം നൽകപ്പെടുന്നു. ഇവിടെ ഈ മൂന്നാമത് പറഞ്ഞ രാജ്യത്ത് ദീനിന്റെ പേരിൽ യുദ്ധം ചെയ്യാൻ അധികാരമില്ല. കാരണം എന്താ? ഒന്നിരിക്കൽ മുസ്ലിം രാജ്യമാവുക, അതല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കാനും ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുക. ഇങ്ങനത്തെ സ്ഥലത്ത് യുദ്ധം അനുവദനീയമല്ല. ഇന്ത്യ ഈ പറഞ്ഞതിൽപ്പെട്ട ഏതെങ്കിലും ചില വർഗീയ സംഘടനകൾ, ഒറ്റപ്പെട്ട ചില സംഘടനകൾ മുസ്ലിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നോ മുസ്ലിങ്ങളെ പീഡിപ്പിക്കണമെന്നോ മുസ്ലിങ്ങളെ നാടുകടത്തണമെന്നോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കേവലം വാചാടോപം എന്നല്ലാതെ അതിനൊന്നും വസ്തുതയുമായി യാതൊരു ബന്ധവും ഇല്ല. അവർക്ക് തന്നെ അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താ? ഇന്ത്യക്ക് സുശക്തമായ ഒരു ഭരണഘടനയുണ്ട്, ഒരു ഭരണകൂടവും ഉണ്ട്. ഈ ഭരണഘടനയും ഭരണകൂടവും നിലനിൽക്കുന്ന കാലത്തോളം ഇവരിപ്പറഞ്ഞത് നിയമപരമായിട്ട് നടക്കാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഗവൺമെന്റിന്റെയും ജുഡീഷ്യറിയുടെയും അതുപോലെ തന്നെ രാജ്യരക്ഷാ വകുപ്പിന്റെയും നാട്ടിന്റെ നിയമപാലകരാവുന്ന പോലീസ് അധികൃതരുടെയും ശ്രദ്ധയിൽ നിയമപരമായി കൊണ്ടുവന്ന് ഇത്തരം അക്രമങ്ങളെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നിയമപരമായി നേരിടാനല്ലാതെ പരസ്പരം പോരടിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് യുദ്ധം എന്ന് പേരില്ല, അതിൽ മരണപ്പെടുന്നവർക്ക് ഷഹീദിന്റെ കൂലിയില്ല. മറിച്ച് ഇസ്ലാം ഹറാമാക്കിയ പ്രവൃത്തിയാണ് അവർ ചെയ്തത്. ആ ഹറാമായ പ്രവൃത്തിയിൽ കൊണ്ട് മരണപ്പെട്ടവർ നരകത്തിൽ പോകാനാണ് അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുത്തിട്ട് നരകത്തിൽ പോകാനാണ് സാധ്യത. ഷഹീദിന്റെ പട്ടികയിൽ അവർ വരുന്നില്ല. പിന്നുണ്ട് ഉഖറവിയായ ശ്രോതാക്കന്മാര് കുറെ. അതിൽ വ്യക്തിപരമായി ചിലർ പെട്ടുന്നവരും ചിലർ പെട്ടില്ലാന്നവരും. അതിനിപ്പോ കാഫറിന്റെ അടുത്തൊന്നും പോകണ്ട. എന്റെ ഭൂമിന്റെ അതിർത്തിയിൽ എന്നെക്കാട്ടിനും ശക്തനായ ഒരാളുണ്ട്. അയാൾ വന്നിട്ട് എന്റെ ഭൂമിന്റെ അതിരിരക്കുകയാണ്. ഈ അതിരിരക്കാൻ എന്നപ്പോ ആചാര്യങ്ങൾ ചെയ്യൽ എന്റെ ഭൂമിയാണ് കാരണം അത് കേൾക്കാതെ ഇയാള് പിന്നെയും അതിര് തിരക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ആചാര്യ അത് ചെയ്യരുത്, ഹക്കില്ല, എന്റെ മുതലാണ്, നിങ്ങൾ ഞാനാണ് ചെയ്ത അജ്ജെന്താ കാട്ടുകാരൻ, അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു. അങ്ങനെ തല്ലായി. ഇയാള് എന്നോട് കത്തിത്തു കുത്തി, ഞാൻ മരിച്ചെന്നാ ഞാൻ ഷഹീദിന്റെ കൂലിയ. അത് കരുതി നാട്ടിലൊക്കെ നടന്ന് ഇങ്ങനെ കത്തിക്കുത്തുണ്ടാക്കി മരിച്ചവരൊക്കെ ഷഹീദാന്ന് അതിന്റെ അർത്ഥം? അതല്ല. ഒരാളുടെ ധനം സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു പോയാൽ അവൻ ഷഹീദാണ്. ഒരാളുടെ ദേഹം സംരക്ഷിക്കേണ്ട സാഹചര്യത്തിൽ, മറ്റൊരു ഗതി ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവൻ പോയി എന്നാൽ അവൻ ഷഹീദാണ്. മാനം സംരക്ഷിക്കാൻ വേണ്ടി അമൻ ഖതല ദൂന മാലിഹി വഹുവ ഷഹീദു വമൻ ഖുതില ദൂന ഇർദിഹി വഹുവ ഷഹീദു വമൻ ഖുതില ദൂന നഫ്സിഹി വഹുവ ഷഹീദു. അത് വ്യക്തിപരമായ ചില സാഹചര്യങ്ങളിൽ വരുന്ന ഉഖ്റവിയായ ഷഹീദാണ്. അല്ലാതെ യുദ്ധത്തിൽ ഷഹീദാവണമെങ്കിൽ നിയമപരമായി നിലനിൽക്കുന്ന ഒരു മുസ്ലിം ഗവൺമെന്റ് വേണം. ആ മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട പ്രഖ്യാപിത യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കണം. ഓക്കെ. പിന്നെ നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ മുസ്ലിമായ ക്ലാസ്സിലേക്കാണ് സെലബ് എന്ന് പറഞ്ഞല്ല. അപ്പൊ ഈ പിന്നെ മുസ്ലിമായ ഒരാള് ശത്രുപക്ഷത്തുള്ള ഒരാളെ വധിച്ചു, പക്ഷെ അപ്പൊ അവന് മരണപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഓഹരി വെച്ചതിന് ശേഷമാണ് അവന് മരണപ്പെടുന്നത്. അപ്പൊ ആ സെലബ് ഓനിക്ക് ലഭിക്കും എന്നാണ്. സെലബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തില് പങ്കെടുത്തവർക്ക് ആ വിഹിതം പിന്നെ ഇവന് കിട്ടുമോ എന്നുള്ള കൂടി അറിയണം. അല്ലെങ്കിൽ ഈ പാടത്തിന്റെ സംശയമാണ്. സരബ് കിട്ടിയാലും സാധാരണ മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലുള്ള ഗനീമത്ത് സ്വത്തിന്റെ അവകാശത്തിൽ യാതൊരു കുറവും ഉണ്ടാവില്ല. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇത് ഈ സൈനിക കമാൻഡർ, യുദ്ധം നയിക്കുന്ന നായകൻ നൽകുന്ന ഒരു പ്രത്യേക ഓഫറാണ്. നന്നായി ധൈര്യമായി മുന്നേറാനും ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള ഒരു പ്രചോദനമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ ഖതല ഖതീലൻ ഫലഹു സലബുഹു, ആരെങ്കിലും തന്റെ എതിരാളിയാവുന്ന ഒരു പോരാളിയെ വധിച്ചു കഴിഞ്ഞാൽ അവന്റെ സലബ് അവൻ അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പം ധീരന്മാരായ ആളുകൾ നന്നായി മുന്നേറാൻ അതൊരു പ്രചോദനമാണ്. ആ നിലക്ക് അത് അവർക്ക് സൗജന്യം കൊടുക്കുകയാണ്. ഗനീമത്ത് സ്വത്തിൽ അവർക്ക് അവകാശമുണ്ടാവും. എപ്പോഴെങ്കിലും മരിച്ചുപോയോന്റെ കിട്ടല്ല. ഈ യുദ്ധത്തിനിടയിൽ വെട്ടിക്കൊന്നു,
എന്നാൽ അവന്റെ ദേഹവുമായി ബന്ധപ്പെട്ട ഇത് അവകാശം അവനുണ്ടാവും. ആ അവകാശം കിട്ടി എന്നതുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത ഗനീമത്ത് സ്വത്തിന്റെ 80% മോരി വെക്കുമ്പോൾ അതിൽ യാതൊരു കുറവും ഇയാൾക്ക് ഉണ്ടാവൂല. വേറൊരു പരമായ വിഷയം തന്നെയാണ്, വിഷയത്തിൽ അധിഷ്ഠിതല്ല. സാധാരണ ഒക്കെ ഈ മൗലവിമാര് ഇഷ്കാലാക്കുന്ന ഒരു ഭാഗമാണ് നമ്മളെ ഫിഖിന്റെ കിതാബിൽ നിന്ന്. തൂഫയിലൊക്കെ പറയും, തൂഫയില് ഷർവാനിലൊക്കെ ഈ ഖുതുബയുടെ റുക്കുനുകളെ കുറിച്ച് ഇഷ്തർത്തു കൗനുഹ ഐ ദൂനമാ അദഹ അറബിയത്തൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ തൂഫയിൽ പറയുന്നുണ്ട്. ഇല്ലം യക്കും ഫീഹിം മൻ യഹ്മിലുഹ മൻ യഹ്സിനുഹ വലം യുംകിൻ തഅല്ലുമുഹ ഖബല ദീക്കിൽ വക്തി ഖതബ മിൻഹും വാഹിദുൻ ബി ലിസാനിഹിം എന്ന് തൂഫയില്, അതുപോലെ തന്നെ ഷർവാനിയിലും ഇത് സംബന്ധമായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഖുതുബയുടെ റുക്കുനുകളല്ലാത്ത ഭാഗങ്ങൾ അവരുടെ ആ ജനങ്ങളുടെ ലുഗത്തനുസരിച്ച് കൊണ്ട് ഖുതുബ ഓതാൻ പറ്റുമെന്ന് തോന്നിപ്പിക്കുന്ന ഇബാറത്തുകൾ ഫിഖിന്റെ കിതാബിലൊക്കെ കാണാം. നമ്മുടെ സമസ്തന്റെ തീരുമാനമാണെന്നുണ്ടെങ്കിൽ ബിദഅത്ത് മുൻകറത്ത് ആണെന്നുള്ളതാണ്. അപ്പൊ ഏതടിസ്ഥാനത്തിലാണ് ബിദഅത്ത് മുൻകറത്താണ് എന്ന് ഖുതുബയുടെ പരിഭാഷ ബിദഅത്ത് മുൻകറത്താണ് എന്നുള്ളത് ഫത്വ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. താങ്കൾ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഏതൊക്കെ ചെറുപ്പസ്ഥതയിൽ ചോദ്യം, കുറെ ചോദ്യം ഉണ്ടല്ലോ. മൗലവിമാര് പറയുന്നത് ഓൽക്ക് കിതാബ് തിരിയാഞ്ഞിട്ടാണ്. ഊനമാ അതാഹ എന്ന് പറഞ്ഞത് ഖുതുബ സഹിഹാൻ ഷർത്തല്ല എന്നേ അതിനർത്ഥമുള്ളൂ, ജായിസാണ് എന്നുള്ള അർത്ഥത്തിനല്ല. ഖുതുബ സഹീഹാകാനും അത് മുഖേന ജുമുഅ സഹീഹാകാനും ഖുതുബയുടെ റുക്നുകൾ അറബിയിലാവൽ ഷർത്താണ്. ഖുതുബയുടെ റുക്നുകൾ അല്ലാത്ത ഭാഗം അറബിയിൽ ആവൽ ഖുതുബ സഹീഹാകാനും അത് മുഖേന ജുമുഅ സഹീഹാകാനും ഷർത്തില്ല. എപ്പോ? മുവാലാത്ത് മുറിയുന്ന നിലക്ക് ദീർഘിക്കാതിരുന്നാൽ. റുക്നുകളല്ലാത്ത ഭാഗം ദീർഘിപ്പിച്ച് മുവാലാത്ത് മുറിയുന്ന നിലക്ക് ദീർഘിക്കാതിരുന്നാൽ, എത്ര പൈന കണക്ക് നാം പറഞ്ഞുതരാം. ഒരു റുക്കിനിന്റെയും അടുത്ത റുക്കിനിന്റെയും ഇടയിൽ മുവാലാത്ത് മുറിയ എന്ന് പറഞ്ഞാൽ ഫർള് മാത്രം എടുത്ത് 2 റക്അത്ത് ചുരുങ്ങിയ തോതിൽ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയം, അതിൽ താഴെയാണെങ്കിൽ മുവാലാത്ത് മുറിയില്ല. അത്രയും സമയം ഉണ്ടെങ്കിൽ മുവാലാത്ത് മുറിയും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഉടനെ ഫാത്തിഹ ഓതി റുക്കൂയിൽ പോയി സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഖദർ, സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഖദർ, ഒന്നാമത്തെ സുജൂദിൽ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഖദർ, ഇടയിൽ ഇരുത്തം ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന ഖദർ, രണ്ടാം സുജൂദ് ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന ഖദർ. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാൻ കേവലം 1 മിനിറ്റ് മതിയല്ലോ. അതിൽ കൂടുതൽ സമയം അറബി അല്ലാത്തത് വന്നാൽ മുവാലാത്ത് മുറിയും. അങ്ങനെ ഖുതുബ തന്നെ ബാത്തിലാവും. ഇല്ല, മുവാലാത്ത് മുറിയാത്ത നിലക്ക് റുക്നുകളല്ലാത്ത ഭാഗം അറബി അല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ ഖുതുബ സഹീഹാകും, അത് മുഖേന ജുമുഅയും സഹീഹാകും. പക്ഷേ ഖുതുബ സഹീഹാകും ജുമുഅ സഹീഹാകും എന്നതുകൊണ്ട് മുവാലാത്ത് മുറിയുന്ന തരത്തിലല്ലാതെ അറബി അല്ലാത്ത ഭാഷയിൽ അർക്കാനല്ലാത്ത ഭാഗം പറഞ്ഞാൽ ഖുതുബ സഹീഹാകുമെങ്കിലും അത് ജായിസാകും എന്നല്ല ഇമാമിയങ്ങൾ പറഞ്ഞത്. മറിച്ച് അത് ലൗൻ, തള്ളപ്പെടേണ്ടതും അനാവശ്യമായതും പരിഗണിക്കപ്പെടാത്തതുമാവുന്നു. അപ്പോ ഇബാദത്തായി സുന്നത്തായ തവാബി എന്ന് പറയുന്ന സുന്നത്തായ ഇബാദത്തായി പരിഗണിക്കണമെങ്കിൽ അത് ഷർത്താണ് അറബിയത്ത്. ആ അറബിയത്ത് ഇല്ലാതെ അത് സുന്നത്ത് എന്ന നിലക്ക് ചെയ്യുമ്പോൾ ഹറാമ് വരും. ഏതുപോലെ വെച്ചാൽ ആരാന്റെ സമ്മതമില്ലാതെ
അവന്റെ വസ്ത്രം ഉടുത്ത് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും. പക്ഷേ ആ വസ്ത്രം ഉടുത്ത് നിസ്കരിച്ചാൽ ഹറാമായതുപോലെ മറ്റൊരാളുടെ സമ്മതമില്ലാത്ത വെള്ളം എടുത്തുകൊണ്ട് ഉളൂ ചെയ്ത് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും. പക്ഷേ ആ വെള്ളം എടുത്ത് സമ്മതമില്ലാതെ എടുത്ത് ഹറാമായതുപോലെ തവാബി അറബിയല്ലാത്ത ഭാഷയിൽ വന്നാൽ ഖുതുബ സഹിയാവും. പക്ഷേ ചെയ്തത് ഹറാമാണ്. കാരണം ഫറലായി പരിഗണിക്കപ്പെടണമെങ്കിൽ അറബിയത്ത് ഷർത്തായതുപോലെ സുന്നത്തായി പരിഗണിക്കപ്പെടണമെങ്കിൽ അറബിയത്ത് ഷർത്താണ്. അപ്പൊ സുന്നത്ത് പരിഗണിക്കപ്പെടണമെങ്കിൽ അറബിയത്ത് ഷർത്താണെങ്കിൽ സുന്നത്ത് എന്ന നിലക്ക് അറബി അല്ലാതെ ചെയ്യുന്നത് ഷർത്ത് ഉദു ഇല്ലാതെ നിസ്കരിക്കുന്നത് പോലെയാണ്. അപ്പൊ അത് സഹിയല്ല. ഏത് തവാബി സഹിയല്ല. ഷർത്തില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ ഫാസിദാണ് എന്ന്. അപ്പൊ ആ സുന്നത്ത് ബാത്തിലാണ്. അപ്പൊ ബാത്തിലായ സുന്നത്ത് എന്ന നിലക്ക് ചെയ്യുമ്പോൾ അത് ഹറാമ് വരും. സംഗതി ഖുതുബ സഹിയാണ്, മുവാലാത്ത് മുറിയാത്ത നിലക്കായതുകൊണ്ട്. അല്ലാതെ റുക്കിന് മാത്രം അറബിയിലായി തവാബി ഇഷ്ടമുള്ള ഭാഷയിൽ പറയാ എന്നല്ല. തന്നെയല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താ? രണ്ടാമത് പറഞ്ഞത് ഒരു നാട്ടിൽ ഫർദ് മാത്രം അറബിയിൽ എഴുതിയതെങ്കിലും നോക്കി വായിക്കാൻ പറ്റുന്ന ഒരാളും ഇല്ലാതെ വന്നാൽ, ഇപ്പൊ തൽക്കാലം ജുമാ സഹിയാവുന്ന സമയത്ത് ഒരാൾക്ക് ഒരു കടലാസിൽ എഴുതിയത് 5 റുക്കുനുകൾ നോക്കി വായിക്കാൻ പറ്റുന്ന അവസ്ഥ ഇപ്പോൾ ഇല്ല. എല്ലാവരും പുതുമുസ്ലിമീങ്ങളാ. അടുത്ത വെള്ളിയാഴ്ച ആവുമ്പോത്തിന് പഠിക്കാം, ഇന്നേക്ക് ഞാൻ കയ്യൂല എന്ന് കണ്ടാൽ ഒരാള് അവരുടെ ഭാഷയിൽ ഖുതുബ നിർവഹിക്കുകയും അടുത്ത വെള്ളിയാഴ്ച ആകുന്നതിന് മുമ്പ് കടലാസിൽ നോക്കിയെങ്കിലും റുക്കിന് മാത്രമെങ്കിലും വായിച്ച് അറബിയിൽ നിർവഹിക്കാൻ പഠിക്കണം. പക്ഷേ അതിന് വീഴ്ച വരുത്തിയാൽ പിന്നീട് അവർക്ക് ജുമാ നിസ്കരിക്കാൻ തന്നെ പാടില്ല, അവർ ദുഹർ നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇമാമിയങ്ങൾ പറഞ്ഞത്. ഓക്കെ. പിന്നെ അത് മുങ്കറത്താവുന്നത് എങ്ങനെയെന്ന്, വിദേഹത്ത് മുങ്കറത്താവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദീനീ ദഅവത്തിന് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തും സഹാബാ കിറാമുകൾ പോയപ്പോൾ അവിടവിടങ്ങളിലുള്ള ഭാഷയിൽ, ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ദീനിയായ കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിക്കുകയും ദീൻ പ്രചരിപ്പിക്കുകയും ചെയ്ത അതേ സ്വഹാബത്ത് വെള്ളിയാഴ്ച ജുമാ ഖുതുബ നിർവഹിച്ചപ്പോൾ അവർ അത് അറബിയിൽ മാത്രമാണ് നിർവഹിച്ചത്. അപ്പൊ ദീനീ ദഅവത്ത് നടത്തിയപ്പോൾ മാതൃഭാഷയിൽ നടത്തിയ അതേ സഹാബത്ത് തന്നെ ജുമാ ഖുതുബ നിർവഹിച്ചപ്പോൾ അറബിയിൽ മാത്രം ഓതിയതിൽ നിന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും താല്പര്യം അറബിയിൽ തന്നെ ആവണം എന്നാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്. അപ്പൊ സ്വഹാബത്ത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് അറബിയിൽ മാത്രമേ ഖുതുബ നിർവഹിക്കാൻ പാടുള്ളൂ എന്നതിന് വിപരീതമായി കൊണ്ട് സ്വഹാബത്തും താബിഈങ്ങളും സലഫുസ്സാലിഹീങ്ങളും മുഴുവനും നടന്നു പോകുന്ന ചര്യന്റെ എതിരാണ് എന്നതുകൊണ്ടാണ് ബിദ്അത്തായത്. അവര് ചെയ്യാത്തത് ചെയ്തു എന്നല്ല, അവര് പ്രവൃത്തി എല്ലാ കാര്യങ്ങളും മാതൃഭാഷയിൽ ചെയ്യുന്നു. പക്ഷേ ഖുതുബ മാത്രം അറബിയിൽ മാത്രം നിർവഹിക്കുന്നു. ഇതിൽ നിന്നിട്ട് ഖുതുബ അറബിയിൽ മാത്രമാകണം എന്നാണ് ഖുർആനും സുന്നത്തും എന്ന് മനസ്സിലാക്കിയവരാണ് സ്വഹാബത്ത്. അപ്പൊ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ വന്നാൽ അത് ഖുർആന്റെയും സുന്നത്തിന്റെയും എതിരാണ് എന്ന് സ്വഹാബത്ത് മനസ്സിലാക്കി. അപ്പൊ ഇഞ്ഞൊരാള് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ നടപടിക്കും എതിരാണ്, ഖുർആന്റെ സുന്നത്തിന്റെ താല്പര്യത്തിനും എതിരാണ് എന്നതുകൊണ്ട് ഖുർആനോ സുന്നത്തോ അസർ മുത്തബയോ ആയ മൂന്നാലൊന്നിന് എതിര് വരുന്നതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത് എന്ന് മഹാന്മാരായ അയിമ്മത്ത് പഠിപ്പിച്ച ആ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് ബിദ്അത്ത് മുങ്കറത്താണ് എന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ ഈ രണ്ട് ഖുതുബന്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് പിന്നെ ആൾക്കാരൊക്കെ സംസാരിക്കുകയാണെങ്കിൽ മുണ്ടല്ലിടാന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇനി ഖുതുബന്റെ ഇടയിൽ ഇരിക്കുമ്പോഴല്ല, ഇനി ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു മുങ്കറത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവരെ ഉപദേശിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. രണ്ട് ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് മിമ്പറിൽ ഖത്തീബ് ഇരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
ഇമാമ് രണ്ട് ഖുതുബന്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്തും സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതേ സമയത്ത് ഇമാമ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാവും. മേലുള്ള ആള് മൈക്ക് എടുക്കാത്ത വന്നിട്ടതാണ്. ഒരു ചോദ്യം PM വന്നതാണ്. ഭാര്യയും ഭർത്താവും മറ്റുള്ളവരിൽ നിന്ന് നേരിട്ട വിഷമതകൾ പറയുന്നത് ഈബത്തിൽപ്പെടുമോ? വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരിൽ നിന്ന് അനുഭവപ്പെട്ട വിഷമതകൾ പറയുന്നത് ഗീബത്തിൽ വിരോധിക്കപ്പെട്ട ഗീബത്തിൽപ്പെട്ടതാണോ? ആരിൽ നിന്നിട്ടുണ്ടാവുന്നതും വിഷമങ്ങൾ അവർക്ക് തൃപ്തിയില്ലാതെ പറയൽ ഗീബത്ത് തന്നെയാണ്. പക്ഷേ വിരോധിക്കപ്പെട്ട ഗീബത്തും ഉണ്ട്, അനുവദനീയമായ ഗീബത്തും ഉണ്ട്. അതായത് തനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഈ വ്യക്തിയിൽ നിന്നിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നും അത് താൻ വിളിച്ച് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ചെയ്യാൻ കഴിയും എന്നും തോന്നുന്ന അധികാരപ്പെട്ട ആളുകളോട് തനിക്ക് നേരിടേണ്ടി വന്ന വിഷമങ്ങൾ പറയുന്നത് ഹലാലായ ഗീബത്താണ്, അത് പറയാം. അതേ സമയത്ത് പറഞ്ഞു നടക്കാൻ പാടില്ല, അത് ഹറാമായ ഗീബത്തുമാണ്. ഇപ്പൊ ഉദാഹരണം, നാട്ടിലെ ഖാദിയോട് പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിന്റെ വാപ്പ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഖാദിയാര് വിളിച്ചിട്ട് അവരോടൊരു വാണിംഗ് കൊടുത്താൽ ആ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് കണ്ടു. എന്നാൽ ഈ ഖാദിയോട് പോയിട്ട് ഈ ഉദ്ദേശത്തിൽ പറയുന്നത് അനുവദനീയമാണ്. അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാണ് എനിക്ക് ഇന്ന വിഷമങ്ങൾ ഇന്ന ആളുകളിൽ നിന്നിട്ടുണ്ടാവുന്നുണ്ട്, അത് ഒന്ന് പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ആ SI ഒന്ന് വിളിച്ചൊരു വാണിംഗ് കൊടുത്താൽ ചിലപ്പം വേണ്ടി വന്നാൽ ചെറിയൊരു കേസൊക്കെ എടുക്കേണ്ടി വരും, എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവും എന്ന് കണ്ടാൽ അവിടെ പോയിട്ട് പറയാം. ഇങ്ങനെ ഉത്തരവാദപ്പെട്ട ആളുകളോട് ഈ വിഷയം സങ്കടം ഉണർത്തിച്ച് അവർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ പറയാം, അത് ഹലാലാണ്, അനുവദനീയമാണ്. അല്ലാതെ അങ്ങനെ പറഞ്ഞു നടക്കൽ ഹറാമാണ്, അനുവദനീയമല്ല. ഞാൻ ചോദിച്ചത് പിന്നെ കേൾക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നതിനെ കുറിച്ചല്ല, അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഖത്തീബ് മുമ്പ് കയറിയതിനു ശേഷം ഈ ഖുതുബന്റെ ഇടയിൽ ഖത്തീബ് സംസാരിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. എന്തെങ്കിലുമൊക്കെ പിന്നെ ശബ്ദം ഉണ്ടാക്കുന്നത് കണ്ടാൽ ഉണ്ടല്ലിടാന്ന് പറയാം. അതുപോലെ തന്നെ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഖത്തീബ് ഈ പിന്നെ കേൾക്കുന്ന ആൾക്കാരെ ഉപദേശിക്കുക, ഇതിനെ കുറിച്ചാണ് ചോദിച്ചത്. ചോദിക്കുമ്പോ നിങ്ങൾ പൗതി മനസ്സിൽ വെക്കുകയും ബാക്കി പൗതി പറയുകയും ചെയ്താലേ എനിക്ക് കൽബിലുള്ളത് കണ്ണിൽ കാണാത്തതും മറ്റേ എങ്ങനെയാ പറഞ്ഞ് കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ എന്ന് പറഞ്ഞ ആ മർത്തബയിലുള്ളതൊക്കെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വൈറസ് ക്ലാസ് എടുക്കാനൊന്നും ഇപ്പൊ ഞാൻ വരൂല, അവിടെ ഒന്നും എത്തിയിട്ടില്ല. നിങ്ങൾ പറയണ മലയാളത്തിനാണ് ഞാൻ മറുപടി പറയാം. അത് ബാക്കി പൗതി നിങ്ങളെ മനസ്സിലുണ്ട്. കണക്കം കല്യാണത്തിന് വിളിച്ചൊരു കഥ അറിയലുണ്ട്, കേട്ടോ നിങ്ങള്? കണക്കം പോയി കണ്ട് കല്യാണത്തിന് വിളിച്ച് എല്ലാവരും നേരത്തെ തന്നെ കല്യാണത്തിനായിട്ട് വരേണ്ടിയാറ്. എല്ലാവരും നേരത്തെ തന്നെ കല്യാണത്തിനായിട്ട് വരേണ്ടിയാറ്. അപ്പൊ എന്നാ പോയി പറഞ്ഞു അതൊക്കെ എന്റെ മനസ്സിലുണ്ട് കാറ്. എന്താ പിന്നെ ഞാൻ കാട്ടുക? അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. വിളിച്ചോന്റെ കല്യാണത്തിന് നേരത്തെയാണ് ചെല്ലും വേണം, പക്ഷെ എന്നാണത് എന്ന് ചോദിച്ചപ്പോ അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അതിനൊരു നിവൃത്തിയില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഉള്ള മുഴുവൻ ചോദിക്കണം, അല്ലാതെ പൗതി ചോദിച്ച് ഞാനൊരുക്ക മറുപടി പറഞ്ഞിട്ട് അങ്ങനെയല്ല അങ്ങനെയെന്ന് പറയാൻ ആദ്യം തന്നെ നിൽക്കണ്ടല്ലോ. ഖതീബിന് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നിടയിൽ വല്ല അത്യാവശ്യമായ വെറൂറിയായ വല്ല കാര്യങ്ങളും കണ്ടാൽ അത് ഉണർത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഖുതുബയുടെ മുവാലാത്ത് മുറിയാത്ത നിലക്കാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല.
അത് ഖുതുബയായി പരിഗണിക്കപ്പെടുന്നതല്ല. അത് നേരത്തെ പറഞ്ഞൊന്നും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞത് ഖുതുബയുടെ സുന്നത്താവുന്ന തവാബി എന്ന നിലക്ക് അറബിയല്ലാത്ത ഭാഷയിൽ വരുമ്പോൾ അറബിയിലായിരിക്കൽ ഷർത്താവുന്ന തവാബി അറബിയല്ലാത്ത ഭാഷയിൽ വരൽ ഹറാമാണ് എന്നതുകൊണ്ടാണ് അവിടെ ഹറാമ് വരുന്നത്. ഇവിടെ ലറൂറത്തിന്റെ സമയത്ത് അടിയന്തര ഘട്ടത്തിൽ, ഉദാഹരണം ഒരാൾ ഒരു കുണ്ടിൽ വീഴാൻ പോകുന്നു, ഒരു കണ്ണ് കാണാത്ത ഒരാള്, അല്ലെങ്കിൽ ഒരാൾ വഴി തെറ്റിയ ഒരു അപകട സാധ്യതയിലേക്ക് വരുന്നു പോലെയുള്ള, അതുപോലെ തന്നെ ഒരാള് പുതിയൊരാളാണ്, അയാൾ ഇസ്ലാമിനെ പറ്റിയിട്ട് അധികം പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരാള് വന്ന് പള്ളിയിൽ കയറി ഇരിക്കാൻ പോകുന്നു, അപ്പൊ അയാളോട് 2 റക്അത്ത് തയ്യത്ത് സ്കൂളിച്ചോളി പറയാ പോലെയുള്ള അടിയന്തരം ആവശ്യമുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഇടക്ക് വെച്ച് ഉണർത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് നേരത്തെ പറഞ്ഞ മസലയിൽ പെട്ടതല്ല, ഇത് വേറെയാണ് വിഷയം. ഇത് ഖുതുബയല്ല. ഖുതുബയുടെ ഇടയിൽ ഖുതുബയുമായി ബന്ധമില്ലാത്ത അത്യാവശ്യപ്പെട്ട അടിയന്തര കാര്യങ്ങൾ ഉണർത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് തവാബി അറബി അല്ലാത്ത ഒരു ഭാഷയിലാവാം എന്ന് പറയുന്നില്ല. കാരണം തവാബി ഖുതുബ എന്ന നിരക്ക്, ഖുതുബയുടെ സുന്നത്തായ തവാബി എന്ന നിരക്കാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ആ നില അതിൽ വരണമെങ്കിൽ അറബിയാണം, അറബി അല്ലാത്ത ഭാഷയിലാണെങ്കിൽ അത് ഹറാമാണ്. ഇവിടെ അതല്ല. ഖുതുബന്റെ തവാബി എന്നുള്ള നിലക്കല്ല, ഖുതുബയിൽ നിന്ന് അജ്നബിയായ, ഖുതുബയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ അടിയന്തര ഘട്ടത്തിൽ പറയാം. അത് രണ്ടും രണ്ടാവുന്നു. ഉസ്താദ് എന്റെ മുന്നേ അവിടെ ചോദിച്ചിരുന്നു, ഞാൻ മെസ്സേജ് ആയിട്ട് ചോദിച്ചിരുന്നു, ഒരു വാപ്പയുടെയും ഉമ്മയുടെയും ഒരു 4-5 മക്കളിൽ ഒരു മകനോ മകൾക്കോ മാത്രം വാപ്പയോ ഉമ്മയോ അവരുടെ സ്വത്ത് കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് കൊടുക്കണം, മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാതെ എന്തെങ്കിലും അങ്ങനെ കൊടുത്താൽ അതിന്റെ വിധി എന്താണ്? വാങ്ങുന്നവന്റെയും കൊടുക്കുന്ന ആളുടെയും വിധി എന്താണ്? അസ്സലാമു അലൈക്കും. ഒന്നിലധികം മക്കളുള്ള ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു വാപ്പ അദ്ദേഹത്തിന്റെ മക്കളിൽപ്പെട്ട ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് അല്ലെങ്കിൽ 1-2 മക്കൾക്ക് പ്രത്യേകമായി സ്വത്ത് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. സാങ്കേതികമായി അതിന്റെ ഹുക്മ് കറാഹത്ത് എന്നാണ്. സൗജന്യം ചെയ്യുമ്പോൾ മക്കൾക്കിടയിൽ നീതിയും തുല്യതയും പാലിക്കൽ സുന്നത്താണ്. അതിന് വിപരീതം ചെയ്യൽ കറാഹത്താണ്. അത് സ്വബോധം നിലനിൽക്കുന്ന സമയത്ത് സ്വേഷ്ടപ്രകാരം ഉമ്മയും ബാപ്പയും ചെയ്തതാണെങ്കിൽ വാങ്ങുന്ന ആൾക്ക് അതുകൊണ്ട് കുറ്റൊന്നുമില്ല. മനസ്സിലായില്ലേ? ബാപ്പക്കും ഉമ്മക്കും സ്വബോധം ഉള്ള സമയത്ത് സ്വേഷ്ടപ്രകാരം ചെയ്തതാണെങ്കിൽ അത് വാങ്ങുന്നതുകൊണ്ട് വാങ്ങുന്ന ആൾക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ കൊടുക്കൽ ഈ ഉമ്മ വാപ്പമാരെ സംബന്ധിച്ച് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്. മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതാണ്. അതിന് വിപരീതമാണ് ചില ആളുകൾക്ക് മാത്രം. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ അനുവദനീയമാണ്. ഉദാഹരണം പറഞ്ഞാൽ, മക്കൾക്കൊക്കെ സാമാന്യം കഴിവുണ്ട്, അതിൽ ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് വലിയ കഷ്ടപ്പാടാണ്, അവരെ ഒന്ന് സഹായിക്കുക എന്ന നിലക്ക് ഈ ഒരു മകന് ഈ ഒരു മകൾക്ക് എന്തെങ്കിലും സൗജന്യമായി ഉമ്മയോ വാപ്പയോ കൊടുക്കുന്നത് കൊണ്ട് ഈ കറാഹത്ത് ബാധകമല്ല. അല്ലെങ്കിൽ മക്കളൊക്കെ സാധാരണക്കാരാണ്, അതിൽ ഒരു മകൻ പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്ന ഒരു ആലിമാണ്, അല്ലെങ്കിൽ പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്വാലിഹാണ്. അങ്ങനെ ഈ ആലിമ് അല്ലെങ്കിൽ സ്വാലിഹ് എന്ന പരിഗണന വെച്ച് മറ്റു മക്കൾക്ക് കൊടുക്കാത്ത എന്തെങ്കിലും മുൻഗണന ഈ മകന് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ മക്കൾക്കിടയിൽ തുല്യത പാലിക്കൽ സുന്നത്തും വിപരീതം ചെയ്യൽ കറാഹത്തുമാണ്. എന്നാൽ അത് പറഞ്ഞിട്ട് ചില മക്കള് അത്തും പിത്തുവായ അഥവാ ചെന്നി ബാധിച്ച, നിങ്ങൾ തെക്കോട്ടുള്ളവരെന്താ പറയരുത് എനിക്കറിയില്ല, ഞങ്ങൾ ഇവിടെ മലപ്പുറത്തുകാർ ചെന്നി എന്നാ പറയാ, അതേ സമയത്ത് ആരൂരിന്റെ ഭാഷയിൽ പറയാ അത്തും പിത്തുവാകാറ്. അങ്ങനെയുള്ള സ്വബോധം നഷ്ടപ്പെട്ടു തുടങ്ങി ബുദ്ധിയുടെ വിവേകവും വൈകതിരിവും വേണ്ടത്ര ഇല്ലാത്ത വാർദ്ധക്യത്തിലെത്തിയ സമയത്ത് ഉമ്മാനെയോ ഉപ്പാനെയോ പ്രലോഭിപ്പിച്ച്
മക്കൾ വാങ്ങുന്നത് ഹറാമാണ്. അത് ബുദ്ധി ശരിയില്ലാത്ത സമയത്ത് ചെയ്തതായതുകൊണ്ട് നിയമപരമായതായിട്ട് നിലനിൽക്കുകയും ഇല്ല. അത് നേരത്തെ പറഞ്ഞൊന്നും തമ്മിൽ കൂട്ടി കൂട്ടണ്ട. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. സ്വബോധവും അതുപോലെ തന്നെ കാര്യശേഷിയും നിലനിൽക്കുന്ന സമയത്ത് സ്വയിഷ്ടപ്രകാരം ചെയ്തതാണെങ്കിൽ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാ കൊടുക്കൽ അങ്ങനെ ഒരു പക്ഷേ ദാരിദ്ര്യത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ ഇൽമു സ്വലാഹിന്റെ പേരിലോ കൊടുക്കാവുന്നതാണ്. അതൊന്നും അല്ലാത്ത നിലക്ക് മക്കളിൽ ചിലരെക്കാൾ മുൻഗണന കൊടുക്കൽ കറാഹത്താണ്. അത് ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു ഭാഗം കുഴഞ്ഞതായിട്ട് വരാനും തന്നെയുമല്ല, ഈ മുൻഗണന കൊടുക്കാത്ത മക്കൾ സ്വാലിഹീങ്ങളാവുകയും അവർ പരലോകത്ത് രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ ഷഫാഅത്ത് വരെ ലഭിക്കാതിരിക്കാൻ കാരണമാവുകയും ഒക്കെ ചെയ്യും എന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതായ അപകടകരമായ ഒരു കാര്യമാണ്. മക്കൾക്കിടയിൽ നീതി ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയും വിവേചനം കാണിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണ്. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പഴയ ആൾക്കാരൊക്കെ പറയല് മുണ്ടലിടാതെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് വല്ല തെളിവുണ്ടോ? സംസാരിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നല്ല കാര്യമുള്ള കാര്യമൊക്കെ ആണെങ്കിൽ എപ്പോഴും സംസാരിക്കാം, ഭക്ഷണിക്കുന്ന സമയത്തും സംസാരിക്കാം. എന്നാൽ അതിഥികളുണ്ടെങ്കിൽ, വിരുന്നുകാരുണ്ടെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയും ഈനാസിന് വേണ്ടിയും സംസാരിക്കൽ സുന്നത്താണ്. അങ്ങനെ ഉണ്ട്. സംസാരിച്ച് ഇങ്ങനെ നേരം പോക്കുള്ള അങ്ങനെ സംസാരിച്ച് മനസ്സിനൊരു സന്തോഷവും ആനന്ദവും കിട്ടുന്ന നിലക്ക് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കും. അതിഥികളെ സൽക്കരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യൽ പ്രത്യേകം കൽപ്പിക്കപ്പെട്ടതായതുകൊണ്ട് അതിഥിയുടെ ഈനാസിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് നല്ല കാര്യമാവുന്നു. അല്ലാത്തപ്പോ പിന്നെ വെറുതെ കൂടുതൽ തിന്നോട്ടെ എന്നും ഇല്ലല്ലപ്പത്. അതൊക്കെ പറ്റുന്ന വിരുന്നുകാർ ഇപ്പോഴതിന് എന്നും വിരുന്നല്ലേ തെക്കുമൽ ഉസ്താദ്. ഇപ്പൊ അതിന് പറഞ്ഞിട്ട് തരില്ല. മുമ്പൊക്കെ ഒന്ന് വിശപ്പ് മാറൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിരുന്ന് പോയോടത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്നൊന്ന് വിശപ്പ് മാറ്റിക്കോട്ടെ എന്ന് പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ല? ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് വിരുന്നുകാരനായി പോയ കഥ കേട്ടിട്ട് ഞങ്ങള്. വിരുന്നുകാരനായി പോയപ്പം എന്നും അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മകനോടും മകളോടും ഒക്കെ ഷാഫി ഇമാമിന്റെ വലിയ ഫളീലത്ത് ഇങ്ങനെ പറയും. അപ്പൊ ആ ഷാഫി ഇമാമ് വിരുന്നിനുണ്ട് എന്ന് പറഞ്ഞപ്പോ മകൾക്ക് വലിയ സന്തോഷമായി. ഇത്ര വലിയൊരു ഇമാമാണല്ലോ വരുന്നത് എന്നുള്ളവർക്ക്. അങ്ങനെ വിരുന്ന് ഭക്ഷണം കൊണ്ടേ കൊടുത്തു. ഭക്ഷണം മുഴുവനും നന്നായി ഭക്ഷണം കഴിച്ചു ഇമാം ഷാഫി റളിയല്ലാഹു തആല. അപ്പോ തന്നെ ഈ മകൾക്ക് തോന്നി, ഈ ബാപ്പ ഇപ്പൊ ഈ ആദി തീറ്റി തിന്നുന്ന ആളെ പറ്റിയിട്ട് അത്ര വലിയ പോരിശ പറയുന്നത്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ വലിയ സൂദിന്റെ ആളുമാണല്ലോ. ഏതായാലും അത് കഴിഞ്ഞിട്ട് കിടക്കാൻ പോയി റൂമില് വുളു എടുക്കാനുള്ള സൗകര്യവും വെള്ളവും കൊടുത്തു, മുസല്ലിം കാണിച്ചു കൊടുത്തു. ഖിബില എന്റെ ഭാഗത്തേക്കാണെന്നും പറഞ്ഞു. പക്ഷേ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു സുബി വരെ എഴുന്നേൽക്കുകയോ വുളു ചെയ്യുകയോ നിസ്കരിക്കുകയോ ചെയ്തില്ല. സുബിയാൻ കൊടുത്തപ്പോ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ച് സുബൈ നിസ്കരിച്ചു എന്നല്ലാതെ. പോയതിന്റെ ശേഷം മകള് പറഞ്ഞ അവന്റെ ബാപ്പങ്ങള് വലിയ പോരിശ പറയുന്ന ഒരു കാര്യമായ ആള് ഇവിടെ വന്നിട്ട് നല്ലോണം ഭക്ഷണം വയറിറച്ചി കഴിച്ചു. മഹാന്മാരങ്ങനെ വയറിറച്ചി ഭക്ഷണം കഴിക്കുവോ? എന്നിട്ട് തന്നെയല്ല, ഇന്നലെ രാത്രി തഹജ്ജുദിന് ഉദു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ച വെള്ളം അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ആ വെള്ളം എടുത്തിട്ടുമില്ല, എഴുന്നേറ്റ് ആ മുസല്ലി ഒന്ന് നിർത്തിയിട്ടുകൂടില്ല, നിസ്കരിച്ചിട്ടുമില്ലല്ലോ. അങ്ങനെ ഉണ്ടായോ ചോദിച്ചു. പിന്നെന്താ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹളറത്തിൽ എത്തിയപ്പോ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു സംശയം ചോദിച്ചു, എന്റെ മകൾ ഇങ്ങനെ ഒരു ഇസ്കാല് പറഞ്ഞല്ലോ നിങ്ങളെയാണ്. അതെ, അത് ഞങ്ങൾ മനസ്സിലാക്കണം. ഞാന് ദിവസങ്ങളായി ശുദ്ധമായി ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും മുഴുപ്പട്ടിനിയും അല്ലാത്തപ്പോഴൊക്കെ അരപ്പട്ടിനിയുമാണ്.
നിങ്ങളെ വീട്ടിൽ ആ ഭക്ഷണം 100% ഹലാലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാനത് വിശപ്പ് മാറുവോളം കഴിച്ചതാണ്. ഓ, അത് കുഴപ്പമില്ല. പിന്നെ രാത്രി നല്ല ഹലാലായ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞപ്പോ ഇന്നലത്തെ രാത്രി എനിക്ക് വലിയ ബറക്കത്തുള്ള രാത്രിയായിരുന്നു. കാരണം ഇന്നലെ രാത്രി ഞാൻ വിളക്കണച്ച് കിടന്നിട്ട് സുബഹി ആകുന്നത് വരെ കണ്ണടച്ചിട്ടില്ല. ഇതിന്റെ ഇടക്ക് എനിക്ക് പലപ്പോഴും സംശയം വരുന്ന 100 മസ്അലകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഞാൻ കണ്ടെത്തി. അങ്ങനെ ഇന്നലത്തെ രാത്രിയിൽ ഹലാലായ ഭക്ഷണത്തിന്റെ ബറക്കത്ത് കൊണ്ട് 100 മസ്അലകൾ വിധി കണ്ടെത്താൻ സാധിച്ചു. അപ്പൊ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, തീരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇൽമുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ബഹസിലായത് കൊണ്ട് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എഴുന്നേറ്റ് വുളു കൊടുക്കണ്ടയോ, അതല്ലെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള സമയമോ കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, നേരത്തെ തന്നെ എടുത്ത വുളു മുറിഞ്ഞിട്ടില്ല. ആ വുളു കൊണ്ടിട്ട് എനിക്ക് സുബഹിസ്കരിക്കാനും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ചില സമയത്തൊക്കെ എന്താണ് ഭക്ഷണം വയറ് നിറച്ച്. അപ്പൊ അതിഥികൾ, അത് നിങ്ങൾ ചോദ്യകർത്താവിന് വേണ്ടി പറഞ്ഞതല്ല, അത് തെക്കുമല ഉസ്താദ് പറഞ്ഞ അപ്പൊ കൂടുതൽ തിന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ തിന്നേണ്ടി വരുന്ന ചില സാഹചര്യം ഉണ്ടാവും എന്നുള്ള തെക്കുമല ഉസ്താദിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സമയം നീണ്ടുപോയി തോന്നുന്നു, ചുരുക്കുന്നു. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലേ? അലു റജി എന്ത് DC പോയോ? അത്ര പോയതുകൊണ്ടാണ് ഞാൻ മൈക്കിലെന്ന്. ഉസ്താദെ, ഒരു ചോദ്യം ഇവിടെ വന്നത്, ഒരു സഹോദരിക്ക് ഗർഭം, സാധാരണ അവർ മനസ്സിലാക്കി ഗർഭം ഉണ്ടാകുമ്പോൾ ഹെൽത്ത് ഉണ്ടാവില്ല എന്ന്. അപ്പൊ അങ്ങനെ കുറേശ്ശെ രക്തം വരാറുണ്ട്. അത് ഒരു മാസത്തിൽ 4-5 പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. പിന്നെ അത് രോഗമായിട്ടാണ് കാണുന്നത്. ഇഞ്ചക്ഷൻ ചെയ്യുന്നു പാവം. ആഴ്ചയിൽ രണ്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ 500 ദിർഹംസിന്റെ ഗുളികയും കഴിക്കുന്നുണ്ട്. അല്ലാതെ വിഷമമുണ്ട്. അപ്പൊ നിസ്കരിക്കാൻ പറ്റുമോ, കുളിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് 16 വർഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമാണ് അങ്ങനെ ഒരു രോഗം പോലെ കാണുന്നത്. ഉസ്താദിനോട് പ്രത്യേകം ദുആ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, രോഗമാണെങ്കിൽ ശിഫയാവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത്, ഗർഭമുള്ള അവസരത്തിലും ഹൈദ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഗർഭമുള്ള സമയത്ത് ഹൈദ് ഉണ്ടാവാറില്ല. എന്നാൽ ഹൈദ് ഉണ്ടാവാം. പക്ഷെ ഹൈദിനുള്ള നിബന്ധന ഒക്കണം, എന്നാലേ ഹൈദാവുള്ളൂ. അതായത് കാണുന്ന രക്തം 24 മണിക്കൂറിൽ കുറയാതിരിക്കണം. ഒന്നായിട്ട് തുടർച്ചയായിട്ടെന്നല്ല, ആകെ രക്തം കണ്ട സമയം ടോട്ടൽ ചെയ്താൽ 24 മണിക്കൂറിൽ കുറയാതിരിക്കുകയും വേണം. അതുപോലെ തന്നെ തുടങ്ങിയത് മുതൽ ലാസ്റ്റ് അവസാനിക്കുന്നതിൻ്റെ അടുത്ത് 15 ദിവസത്തേക്കാൾ കൂടാതിരിക്കുകയും വേണം. ഈ 2 നിബന്ധന ഒത്താൽ ഗർഭമുള്ള സമയത്ത് കാണുന്ന രക്തവും ഹൈള് തന്നെയാണ്. ഇപ്പോ ഒരു മാസത്തിൽ തന്നെ 5-6 പ്രാവശ്യം ഉണ്ടായി എന്ന് പറയുമ്പം ഈ പറഞ്ഞ നിബന്ധന ഒത്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതായത് തുടർച്ചയിൽ നോക്കുമ്പോൾ 24 മണിക്കൂർ ഒരിക്കലും ഉണ്ടാണില്ല. ആകെ മൊത്തം തുടങ്ങിയോടെ മുതൽ അവസാനം വരെയുള്ളത് നോക്കിയാൽ 15 ദിവസത്തേക്കാൾ ഏറെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇടവിട്ട് കാണുന്ന രക്തമാണെങ്കിൽ അത് രോഗസംബന്ധമാണ്. ആ സമയത്ത് നിസ്കരിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. 24 മണിക്കൂറിൽ കുറയാതെ കാണുകയും 15 ദിവസത്തേക്കാൾ അധികരിക്കാതിരിക്കുകയും ചെയ്താൽ അത് ഹൈളാണ്. ഗർഭമുണ്ട് എന്നതുകൊണ്ട് ഹൈള് തീരെ ഇല്ലാതിരുന്നു കൊള്ളണം എന്നില്ല. ചുരുക്കം ചിലർക്ക് ഇടയ്ക്ക് ഹൈള് ഉണ്ടാവാം. ഈ നിബന്ധന ഒക്കുന്നില്ലെങ്കിൽ അത് രോഗസംബന്ധമായ ദമു ഫസാദ് എന്നാണ് അതിന് പറയാ. അത് രോഗസംബന്ധമായ രക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. നല്ല നിലക്ക് കുഞ്ഞിന് സാലിഹായ സന്താനത്തിന് ജന്മം നൽകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അലൈക്കും.
അസീസ് കോടം പോയി മൈക്ക് വേണ്ടേ? കൈപൊക്കി നിൽക്കുന്നുണ്ട്, മൈക്ക് വേണമെങ്കിൽ എടുക്കാം. അതിവിടെ ഒരു ചോദ്യം വന്നതുണ്ട്. അതിന് മുന്നേ ഒരു ആക്സിഡന്റ് വാർത്ത സ്ഥാനം അറിയിക്കാൻ പറഞ്ഞു. നമ്മുടെ ബഷീർ പിന്നെ പത്തനാപുരത്തിന്റെ അയൽവാസി, നമ്മുടെ സജീവ പ്രവർത്തന സുഹൃത്ത് വീട്ടിലേക്ക് ബൈക്കായിട്ട് വരുമ്പോൾ മോളും കൂടി വരുമ്പോൾ 3 മീറ്റർ താഴേക്ക് വീണിട്ട് പിന്നെ പറ്റി കിടക്കുകയാണ്. സ്ഥാനോട് ഒന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഉണ്ട്, വേഗം സുഖമായി കിട്ടാൻ വേണ്ടിയിട്ട് ബഷീർ പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ ചോദ്യം, ഒരാള് ഒരു കുറിയിൽ കൂടി 3000 ദിർഹംസ് കുറിയിൽ കൂടി, അങ്ങനെ കുറിയുടെ 10 മാസത്തെ കുറിയാണ്, 10-ാം മാസമാണ് കുറി കിട്ടിയതെങ്കിൽ ഈ 3000 ദിർഹംസിന് സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് ആവുക എന്നാണ് ഒരാളുടെ ചോദ്യം ഉണ്ടായിരുന്നത്. ഉസ്താദിനോട് ചോദ്യം ആരോപത്തി ചോദിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് പൂർണ്ണമായ ശിഫ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. യാതൊരു പ്രയാസവുമില്ലാതെ പരിക്കുകളൊക്കെ അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആല് അസ്ഹാബിന്റെയും ഹഖ് ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് ശിഫയാക്കി പൂർണ്ണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആഫത്ത് മുസീബത്തുകളിൽ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആകെ 10 മാസമുള്ള കുറിയല്ലേ, ആ കുറിക്ക് സക്കാത്ത് ഉണ്ടാവൂല. 3000 ദിർഹംസ് ആകെ ഉള്ളത് എന്ന് പറഞ്ഞ്, ആ 3000 ദിർഹംസ് ആകെ ഉണ്ടെങ്കിലും സക്കാത്തിന്റെ ഖദറായിന്. പക്ഷേ ഈ 3000 തികയുന്നത് 10-ാം മാസത്തിലായിരിക്കും. അവിടുന്ന് പിന്നെ അത് ഒരു സ്റ്റോക്ക് ചെയ്തൊരു കൊല്ലം കൂടി കഴിയുകയാണെങ്കിലേ സക്കാത്ത് വേണ്ടി വരുള്ളൂ. 12 മാസം പൂർത്തിയാവുമ്പോഴാണല്ലോ ഒരു കൊല്ലം തികയുക. പക്ഷെ ഇത് തുടക്കം മുതലല്ല 12 മാസം കണക്ക് കൂട്ടുന്നത്. ഈ ധനം നിസാബ് സക്കാത്തിന് ആവശ്യമായ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യ എന്നാണോ ആയത്, അവിടെ മുതൽ പിന്നെ ഒരു കൊല്ലം തികയുമ്പോഴേ സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ 3000 ദിർഹംസ് ഒന്നും വേണ്ട. ഇപ്പൊ 595 ഗ്രാമിന് ഇപ്പൊ 2500 ദിർഹംസ് എന്ന് കൂട്ട ഉദാഹരണം. ഈ 2500 ദിർഹംസ് ആയി വരുന്നത് ഏത് മാസത്തിലായിരിക്കും? അവിടെ മുതൽ പിന്നെ ഒരു കൊല്ലം സ്റ്റോക്ക് നിന്നെങ്കിലേ എന്ത് വേണ്ടി വരുള്ളൂ? അതിന്റെ സക്കാത്ത് വേണ്ടി വരുള്ളൂ. ഇവിടെ ആകെ 10 മാസം കൊണ്ട് കുറി കഴിഞ്ഞില്ലേ, പിന്നെ ഇപ്പൊ ഇങ്ങനെ സ്റ്റോക്ക് വെച്ചുകൊടുക്കുക. അപ്പൊ അതിന് സക്കാത്തിന്റെ വകുപ്പ് വരുന്ന കാണുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഒരു ചോദ്യം കൂടി ഉണ്ട് ഉസ്താദെ. പിന്നെ ഈ മക്കൾക്ക് പിന്നെ ഉപ്പാര് സ്വത്ത് മക്കൾക്ക് സ്വത്ത് പൈസക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. മറ്റു മക്കൾക്ക് കൊടുക്കാത്ത ചില മക്കൾക്ക് പൈസക്ക് വിൽക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം വന്നത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. പൈസ വാങ്ങി ആർക്ക് വിറ്റാ എന്താ? ഏത് കുഞ്ഞിരാമനും വിറ്റൂടെ പൈസക്ക്? പിന്നെ മക്കൾക്ക് അന്നേരം എന്താ കൊടുത്തൂടായി? എല്ലാ മക്കൾക്കും കൊടുത്തെങ്കിലേ പൈസക്ക് വിൽക്കാൻ പാടില്ല. അത് കച്ചവടത്തിന്റെ ഒപ്പാ. സൗജന്യമായിട്ട് കൊടുക്കുമ്പം എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കൽ സുന്നത്താണ്. അതിന് വിപരീതം വരൽ കറാത്താണ്. വിലക്ക് വിൽക്കുന്നത് ഏത് കുഞ്ഞിരാമന് കൊടുത്താലും എന്താ അതിൽപ്പെട്ടല്ല. പിന്നെ രണ്ടാളുണ്ട് ഇങ്ങനെ കൈപൊക്കി നിൽക്കുന്ന ആടാമ്പുഴക്ക് എന്താ മൈക്ക് കിട്ടാഞ്ഞിട്ടാണോ അതല്ല പുറത്തോടെ പോയതാണോ പറഞ്ഞാൽ കുറെ നേരമായി കൈപൊക്കി നിൽക്കുന്ന മൈക്ക് എടുക്കുന്ന കാണാനില്ല. പെട്ടെന്ന് മൈക്ക് എടുക്കുക, ഇനി അധികം സമയം നീട്ടൂല. ഈ രണ്ടാളുകൾക്ക് വേണമെങ്കിൽ മൈക്ക് എടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇപ്പൊ നിർത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, നമ്മളെ വാസിത്ത് അലകത്ത് ഒരു PM ഉണ്ട്, മൈക്ക് പ്രശ്നമായതുകൊണ്ട് അതിനോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ഇവിടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, ഭംഗിയായി
നടത്താൻ കഴിയാൻ വേണ്ടിയിട്ട് പ്രത്യേക ഉസ്താദിനോട് ദ്വാരക്കാൻ വേണ്ടി PM ചെയ്തിട്ടുണ്ട്. അച്ഛനെ ചെറുപ്പുസ്തകം ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിട്ട് എന്നെ വിളിച്ചാതെയാണല്ലോ കല്യാണം നിശ്ചയിച്ച്. അതല്ലേ ഇപ്പൊ പ്രശ്നം. ഇനിയിപ്പോ കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ പോവില്ല, നിശ്ചയത്തിന് വിളിച്ചാതെ കല്യാണത്തിന് വിളിച്ചാലോട്ട് പോവില്ല. അപ്പൊ എനിക്ക് അവിടെ വരെ പോയി എന്റെ കാറിന്റെ ചെലവ് ലാഭം കിട്ടി. മനസ്സിലായില്ലേ? ഏതായാലും കല്യാണം അല്ലാഹു തആല നല്ല നിലക്ക് പൂർത്തിയാക്കി കൊടുക്കട്ടെ. കുട്ടികളുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ എന്ന് ദ്വാരക്കുക. പക്ഷെ ഇത് നിങ്ങൾ PM അടിച്ചുകാട്ടായാലും വേണ്ടിയില്ല, MP അടിച്ചിട്ടായാലും വേണ്ടിയില്ല, അടിയന്തരായിട്ട് പറയാം, ഉസ്താദ് നാട്ടിലുണ്ടായിട്ട് നിങ്ങൾ കല്യാണ നിശ്ചയത്തിന് വിളിക്കാത്തതിന്റെ പേരിൽ ഭയങ്കര സഹലാനാണ്. അതുകൊണ്ട് ഇനി കല്യാണം പറയാൻ പോകുമ്പം ദൂരെ നിന്നോളണം, അടുത്ത് കയ്യത്തിനോടത്താണെങ്കിൽ മേത്തും എല്ലാം വരുത്താവും എന്ന് പറഞ്ഞാൽ മതി. ഇന്ന കല്യാണത്തിന് ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ, ബന്നിട്ടില്ലെങ്കിൽ ഔട്ട് പറഞ്ഞിട്ടുമില്ല. ഈ കോലത്തിലാ ഇനിയിപ്പോ ഓരോരുത്തരും വിളിച്ചു കൊടുത്താൽ അറിയോ, ദുബായിന്ന് അതുപോലെ തന്നെ ബഹ്റൈനിൽ നിന്നൊക്കെ. അവിടെ ഞാൻ പോകില്ലാന്ന് അവർക്ക് ഉറപ്പല്ലേ. ഇവിടെ ഉള്ളവരല്ലേ വിളിച്ചിട്ടുണ്ട്, അവിടെ ഇവിടെ ഉള്ളവർ വിളിച്ചില്ല, ദൂരമുള്ളവർ വിളിച്ചോടത്ത് ഇങ്ങോട്ട് പോകാനും കഴിയൂല. എന്നാ പോരെ. ഏതായാലും എല്ലാ കുട്ടികളെയും കല്യാണമൊക്കെ അല്ലാഹു തആല റാഹത്തിലാക്കുകയും കുടുംബജീവിതം സന്തോഷത്തിലാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദ്വാരക്കുക. പിന്നെ ഒരു സംശയം കൂടി ഉണ്ട്, ചോദിക്കാൻ പറഞ്ഞാണ്. പിന്നെ 4 വയസ്സായ ഒരു ആൺകുട്ടിന്റെ ഔറത്ത് മറച്ചു കൊടുക്കല് മാതാപിതാക്കൾക്ക് നിർബന്ധം എന്ന് പറഞ്ഞ ചോദ്യം. പിന്നെ നേരത്തെ കീശേരി ചോദിച്ചൊരു ചോദ്യത്തില് പിന്നെ എന്താ സംശയമാണ്. അപ്പൊ ഒരു മകൻ ചോദിച്ചു, പക്ഷെ പിന്നെ പൈസക്ക് ചോദിച്ചു മുതല്, എന്നിട്ട് കൊടുത്തില്ല. വേറൊരു മകൻ ചോദിച്ചപ്പോ കൊടുത്തും ചെയ്തു. ഇങ്ങനെ മക്കൾക്കിടയിൽ വ്യത്യാസം കാട്ടുന്നതിന് വിധി എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. അത് മറ്റോൻ പൈസ നല്ലോം കൊടുക്കൂലേക്കാർ, ഇപ്പൊ നല്ലോം കൈ കൊടുക്കണോണ്ടല്ലേ. വിലക്ക് വെക്കണത് ഈ പറഞ്ഞ വകുപ്പിൽ നിങ്ങൾ കൊണ്ടുവരല്ലേ. സൗജന്യം ചെയ്യുന്നതിനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കൾക്കിടയിൽ തുല്യത പാലിക്കണം എന്ന് പറയുന്നത്. വിൽക്കണ് ഇപ്പൊ അവനാന് പാകളുള്ള അവനാൻ ഉദ്ദേശിച്ച വില കിട്ടുമ്പോ അവനാന്റെ മുതൽ വിൽക്കണതിന് അതിനിപ്പോ മസാല പറയാൻ കഴിയോ? ആദ്യത്തെ മസാല എന്താ ആകുമല്ലോ. കീശീന്റെ മസാലിന്റെ പാല് കുടിച്ചപ്പോ മറ്റേ നിങ്ങളെ സ്വന്തം മസാല ഞാൻ മറന്നുപോയി. അതെന്തേനി? ആരാണ്? ഞാനും ഇല്ലല്ലോ. കീശി ഞാൻ ചോദിക്കാനുള്ള ഒരു കുട്ടിന്റെ ഔറത്തിന്റെ കാര്യം അയാൾ പറഞ്ഞിരുന്നത്. ഞാനിപ്പോ ചോദിക്കാൻ വന്നതല്ല, ഞാൻ ഒരു ദുആന്റെ കാര്യം കൂടെ കൊടുത്ത് പറയാം. നമ്മളെ ഷഹീദ് ആബിദ് എന്ന് പറഞ്ഞ ഐഡിയ അറിയിക്കുന്നു. അദ്ദേഹത്തിന് കുറച്ച് ദിവസമായി വയറിന് വല്ലാത്ത വേദന ഉണ്ട്. അപ്പൊ ഉസ്താദിനോട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞപ്പോ അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് എന്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ്. നേരത്തെ ചോദിച്ചിരുന്നത് 4 വയസ്സായ ആൺകുട്ടിന്റെ ഔറത്ത് മറച്ചു കൊടുക്കല് രക്ഷിതാക്കൾക്ക് നിർബന്ധമുണ്ടോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത്. ഞാൻ മൈക്കും. മൈക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. വലിയൊരു തുക എനിക്ക് കഴിഞ്ഞ വർഷം, അതായത് ഒരു വർഷത്തിന് മുകൾപോട്ടായി, ഒരു വലിയൊരു തുകയുടെ ഒരു വർക്ക് ചെയ്തു കൊടുത്ത വകയിൽ ഒരു വർഷത്തിന് മുകൾപോട്ടായി അത് കിട്ടാത്തത്. അപ്പൊ ആ കഴിഞ്ഞ വർഷം എനിക്ക് കടങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ വർഷം അത് കിട്ടുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തെ ആ തുകക്ക് സക്കാത്ത് കൊടുക്കണോ? അതാണ് എന്റെ ചോദ്യം. തോന്നുന്നു ഇനി ആർക്കെങ്കിലും അതിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ